कॉन्स्टिट्यूशन के खिलाफ है। हम सिर्फ संभल जाना चाहते हैं, देखना चाहते हैं वहाँ क्या हुआ, लोगों से मिलना चाहते हैं, मगर हमारा जो कॉन्स्टिट्यूशनल अधिकार है, मेरा जो कॉन्स्टिट्यूशनल अधिकार है, नेता प्रतिपक्ष है, उनका संवैधानिक अधिकार है, उनको मिलना चाहिए, उनको इजाजत देनी चाहिए थी जाने की। നമസ്കാരം. രാമനെയും കൃഷ്ണനെയും പോലെ വിഷ്ണുവിന്റെ അവതാരമാണ് ഹിന്ദുക്കൾക്ക് കൽക്കി. കൽക്കിയുടെ ക്ഷേത്രം തകർത്താണ് മുഗൾ ചക്രവർത്തി ബാബർ ഉത്തർപ്രദേശ് സംഭാലിലെ ഷാഹി ജുമാ മസ്ജിദ് പണിതതെന്ന വാദവുമായി അലഹബാദ് കോടതിയിൽ ഹർജിയെത്തിയത് ഈ നവംബർ 19. അന്ന് തന്നെ സർവേ നടത്താൻ ഉത്തരവിട്ടു കോടതി. 16-ാം നൂറ്റാണ്ട് മുതൽ മുസ്ലിങ്ങളുടെ ആരാധനാലയമായ പള്ളി നിൽക്കുന്ന സംഭാൽ അതോടെ സംഘർഷ ഭൂമിയായി. അവിടെ തുടർന്ന് കൊല്ലപ്പെട്ടത് 5 പേർ. പുകയുന്ന സംഭാലിലേക്ക് പുറപ്പെട്ട രാഹുൽ ഗാന്ധിയെയും സംഘത്തെയും യോഗി സർക്കാരിന്റെ പോലീസ് തടഞ്ഞ് തിരിച്ചയച്ചു. കൽക്കിക്ക് വലിയ ക്ഷേത്രമുയരുന്നത് ഇതേ സംഭാലിന് വെറും 20 കിലോമീറ്റർ അകലെയാണ്. രാജ്യത്തിന്റെ ആരാധനാ നിയമം വീണ്ടും കാറ്റിൽ പറത്തിക്കൊണ്ട് മതസൗഹാർദ്ദം തകർക്കപ്പെടുകയാണോ? അടുത്ത അയോധ്യയാകുകയാണോ സംഭാൽ? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. നമുക്കൊപ്പം പാനലിൽ ചേർന്നു CPM നേതാവ് എ സമ്പത്ത്, BJP നേതാവ് അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഒപ്പം മുസ്ലിം ലീഗ് നേതാവ് ഷാഫി ചാലിയം, രാഷ്ട്രീയ നിരീക്ഷകൻ CB സത്യൻ എന്നിവർ. 4 പേർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ എ സമ്പത്ത്, രാജ്യത്തിന്റെ ആരാധനാ നിയമം വർഷിപ്പ് ആക്ട് പൂർണ്ണമായും ചോദ്യം ചെയ്യപ്പെടുകയാണോ എന്ന സംശയം സംഭാൽ വിഷയവുമായി ബന്ധപ്പെട്ട് പല ഭാഗത്തു നിന്ന് ഉയർന്നു വന്നതാണ്. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഘർഷങ്ങൾ, അവിടെ കൊല്ലപ്പെട്ട ആൾക്കാരുടെ എണ്ണം, എന്താണ് നടക്കുന്നതെന്ന് അറിയാനായി അങ്ങോട്ട് തിരിച്ച രാഷ്ട്രീയ നേതാക്കളെ, രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രമുഖ നേതാക്കളെ അങ്ങോട്ട് കാലെടുത്ത് കുത്താൻ പോലും അനുവദിക്കാതെ തിരിച്ചയക്കുന്ന യോഗി സർക്കാർ. ജനാധിപത്യം വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നില്ലേ? അപർണ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മുടെ ഈ ചർച്ച, അത് ന്യൂസ് 18 താങ്കൾ അത് ഏറ്റെടുത്തതിന് ഞാൻ ആദ്യമായി ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മളെല്ലാം ജീവിക്കുന്ന ഈ രാഷ്ട്രത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ രാഷ്ട്രീയമായ ദുഷ്ടലാക്കോടുകൂടി ആരെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അതിനെ ഞങ്ങൾ എതിർക്കുകയാണ്. അനുകൂലിച്ച് പറയുന്ന പലരും ഉണ്ടാവാം. ഇന്നിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ശ്രീ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ അങ്ങോട്ടേക്ക് പോയപ്പോൾ അവർ തടയപ്പെട്ടതായിട്ടുള്ള വിഷയത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇങ്ങനെ അത് നാളെ മാധ്യമങ്ങളിലും എല്ലാം തന്നെ ഉണ്ടാകും. ഞാൻ ഈ സാന്ദർഭികമായി ഇവിടെ ഒരു മിനിറ്റ് കൂടി ഞാൻ എടുത്തോട്ടെ. ഇതിനകത്ത് ഈ എന്തിനാണ് അങ്ങനെ നിജസ്ഥിതി അറിയുന്നതിന് പാർലമെന്റ് അംഗങ്ങൾ ഒരു സ്ഥലം സന്ദർശിക്കുന്നതിനെ തടയുന്നത്? ഇപ്പോൾ ഇതിൽ BJPയുടെ പ്രതിനിധിയായി നമ്മുടെ ഒരു സുഹൃത്ത് അഭിഭാഷകൻ തന്നെയാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. ഞാനിപ്പോൾ അപർണയ്ക്കും നമ്മുടെ ഇതിൽ പങ്കെടുക്കുന്ന നമ്മുടെ ഇതിൽ ഒപ്പം കാണുന്ന പ്രേക്ഷകർക്കും ഞാൻ ഹിന്ദു ദിനപത്രത്തിൻ്റെ 2017 ആണ്ട് ഒക്ടോബർ 28 ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളം എന്ന സ്ഥലത്ത്, അവിടെ ഞാൻ അന്ന് ലോക്സഭാംഗമായിരിക്കുമ്പോൾ ഞാനും CPIയുടെ ഇന്നത്തെ ദേശീയ സെക്രട്ടറി ശ്രീ സഖാവ് ഡി രാജ, രാജ്യസഭാംഗമായിട്ടുള്ള ഡി രാജ, ഞങ്ങൾ CPMനെ പ്രതിനിധീകരിച്ച് സമ്പത്തും CPIയെ പ്രതിനിധീകരിച്ച് ഡി രാജയും അങ്ങനെ ഈ വംശധാര പദ്ധതി എന്ന അന്നത്തെ ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ്, ആ ഗവൺമെൻറ് ചന്ദ്രബാബു നായിഡുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് 5000-ലധികം കുടുംബങ്ങളെ കൂട്ടത്തോടെ കുടിയൊഴിപ്പിക്കുകയും അങ്ങനെ കുടിയൊഴിപ്പിക്കുന്നവർക്ക് ഇന്ത്യയുടെ പാർലമെൻറ്റ് തന്നെ പാസ്സാക്കിയിട്ടുള്ള ലാൻഡ് അക്വിസിഷൻ ആക്ടിൻ്റെ 2013 ലാൻഡ് അക്വിസിഷൻ ആക്ടിൻ്റെ പരിധിയിൽ അവർക്ക് നൽകേണ്ടതായിട്ടുള്ള പുനരധിവാസവും നഷ്ടപരിഹാരവും യഥാസമയം നൽകാതെ അവിടെ TDPയുടേതായിട്ടുള്ള അക്രമികൾ അവിടെ വെടിവെപ്പ് ഉൾപ്പെടെ, പോലീസല്ല അതടക്കം നടത്തുകയും പോലീസ് കാഴ്ചക്കാരായി ഇവർക്ക് സഹായികളായി നിൽക്കുകയും ചെയ്തു എന്നൊക്കെ ഉള്ളത്. ഞാനിപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് പറയാം, അതിലേക്ക് ഞാൻ എത്താം.
ഒരു സെന്റ് ഭൂമിക്ക് അന്ന് 80,000, ഒരു സെന്റ് ഭൂമിക്ക് 800 രൂപ, ഒരു ഏക്കറിന് 80,000 രൂപ. ഇതാണ് പരമാവധി അന്ന് ഗവൺമെന്റ് കൊടുക്കാനായി തീരുമാനിച്ചത്. കർഷകരാണ് അവർ എതിർത്തു. വംശധാര പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടാണ്. നിരോധനാജ്ഞ നിലവിലുള്ള സ്ഥലത്താണ് ഞങ്ങൾ 2 പാർലമെന്റ് അംഗങ്ങൾ പോയത്. അപ്പോൾ അങ്ങനെ സംഘം ചേരുന്നത് നിരോധിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരി. CRPCയിലെ 144 ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. 4 പേരോ അതിൽ കൂടുതലോ സംഘം ചേരാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ 2 വാഹനങ്ങളിലായി പോയതിൽ ഞങ്ങൾ MP-മാർ ഒപ്പം വന്നത് CPIയുടെയും CPIMന്റെയും സംസ്ഥാന സെക്രട്ടറിമാരാണ്. പിന്നെ ആ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ മാത്രമേ ഉള്ളൂ. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥലത്തടക്കം ആ കാലത്തും അന്നത്തെ ജില്ലാ ഭരണകൂടവും അവിടുത്തെ ഗവൺമെന്റും ഞങ്ങളെ ആ സ്ഥലം പോകാനും കാണാനും ഈ കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ച ഗ്രാമീണരെ അവരോട് കണ്ട് സംസാരിക്കുന്നതിനും ഒരു ദിവസം മുഴുവനും ഞങ്ങൾ അങ്ങനെ വിനിയോഗിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയുണ്ടായി. ഇപ്പോൾ ഈ സംഭവം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള MP-മാരും ഒക്കെയാണ് അങ്ങോട്ടേക്ക് പോയത്. സപ്പോസ് അവിടെ 144 ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ള നിലയിലേക്ക് അവിടെ ഈ പറയുന്നതായിട്ടുള്ള നിരോധനാജ്ഞ നിലവിലുണ്ട് എന്ന് പറയുന്നുവെങ്കിൽ അവിടെ അവർക്ക് ഈ വിക്ടിംസിനെ, ഇതിന് ഇരയായ ആളുകളെ, അവരുടെ കുടുംബാംഗങ്ങളെ പോയി കാണുന്നതിന് എന്താണ് അപകടം എന്നതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇനി അങ്ങനെ പോകുന്നത് അപകടമാണ് എന്നാണ് BJPയുടെ വക്താക്കളോ ആരെങ്കിലും പറയുകയാണ് എങ്കിൽ ഇത് മോദി സർക്കാർ തന്നെ നിയോഗിച്ചതായിട്ടുള്ള ഒരു ജുഡീഷ്യൽ പാനൽ എന്ന് അവർ തന്നെ വിളിക്കുന്നതായിട്ടുള്ള ജുഡീഷ്യൽ പാനലൊന്നുമല്ല. ഈ ജുഡീഷ്യൽ പാനലിൽ 3 അംഗങ്ങളായിട്ടുണ്ട്. അതിൽ തന്നെ ഒരാൾ എന്നുള്ളത് റിട്ടയർ ചെയ്ത അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശ്രീ ദേവേന്ദ്രകുമാർ അറോറയാണ്. മറ്റൊരാൾ റിട്ടയർ ചെയ്ത IAS ഉദ്യോഗസ്ഥൻ അമിത് മോഹൻ പ്രസാദാണ്. മൂന്നാമത്തെയാൾ റിട്ടയർ ചെയ്ത IPS ഓഫീസർ അരവിന്ദ് കുമാർ ജെയിനാണ്. ഇവർ ഷാഹി ജമാ മസ്ജിദിന്റെ ആ പ്രദേശവും സംബാലും ഉൾപ്പെടെ ഇവർ ഡിസംബർ മാസം 1-ാം തീയതി അവർ അവിടെ പോവുകയാണ്, കാണുകയാണ്. അപ്പോൾ ഈ പറയുന്നതായ അക്രമ സംഭവങ്ങളും ഉണ്ടായി എന്നുള്ളതും ഇവരിങ്ങനെ ഈ പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ടവർ അവരെ MP-മാരെ അങ്ങനെ പോയാൽ അതും പാർലമെന്റ് സമ്മേളിക്കുന്ന വേളയിലാണ് എന്ന് കൂടി അറിയണം. ഇതിന്റെ ചുരുക്കം എന്നുള്ളത് ഞങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്യും, ബുൾഡോസർ നീതിയാണ് നടപ്പാക്കുക. ഈ രാജ്യത്തെ ജുഡീഷ്യറി അങ്ങനെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ശരി തന്നെ ഞങ്ങൾക്കെതിരായി ഏതെല്ലാം മാധ്യമങ്ങൾ ശബ്ദിച്ചാലും അതിൻ്റെ എല്ലാം വായ മൂടിക്കിട്ടും. ഇങ്ങോട്ടേക്കാരും വരണ്ട, ആരും കാണണ്ട, ഒന്നും മിണ്ടേണ്ട, ചുപ്പ് രഹോ എന്നുള്ളതാണ് യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് UP-യിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിയമവാഴ്ച കുഴിച്ചു മൂടി കൊലക്കളമാക്കിയിട്ട് വർഷങ്ങളായി അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് മുമ്പ് അയോധ്യ സംഭവവുമായി ബന്ധപ്പെട്ട് BJP, RSS, വിശ്വ ഹിന്ദു പരിഷത്ത്, ബജറംഗ് ദളെല്ലാം വിളിച്ച മുദ്രാവാക്യമുണ്ട് സംഘപരിവാർ. ആ വിളിച്ച മുദ്രാവാക്യത്തിൽ അന്നേ അവർ പറഞ്ഞിരുന്നു കാശി മഥുര ബാക്കി ഹേ എന്നുള്ളത്. അതിനുശേഷം മറ്റു പലതും അവർ പറയുകയുണ്ട്. ഇപ്പോൾ സംഭാലിലുണ്ടായിട്ടുള്ള ഇത്തരം കാര്യങ്ങളുമൊക്കെ ഇതിങ്ങനെ ഈ രാഷ്ട്രത്തിന്റെ മതനിരപേക്ഷതയുടെ ശവക്കുഴിയാണ് തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ASIA ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ അവരെ ഇത്തരത്തിൽ അവരുടേതായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കുന്നു എന്ന് പറയുക, അവർക്ക് റിപ്പോർട്ട് കൊടുപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇതിനായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, കോടതികൾ ഇതെല്ലാം ചെയ്യുമ്പോൾ പറഞ്ഞാൽ ഞാൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഞാൻ നിർത്താം. നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഒരു നിയമമുണ്ട്. ആ നിയമം എന്നുള്ളത് ഈ 1991 നമ്മുടെ ലോക്സഭ പാസ്സാക്കിയതായിട്ടുള്ള നിയമമാണ്. ആ നിയമം എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം ദി പ്ലേസസ് ഓഫ് വർഷിപ്പ് വിത്തിൻ ബ്രാക്കറ്റ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആക്ട് എന്നാണ് അതിൻ്റെ പേര്. It prohibits changing the character of religious places from how they existed on August 15th, 1947. ഈ രാഷ്ട്രം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന കാലത്ത് ആ ദിവസം എങ്ങനെയായിരുന്നു ആരാധനാലയങ്ങളുടെ സ്വഭാവവും അതിൻ്റേതായിട്ടുള്ള രീതിയും അതിന് മാറ്റം വരുത്തുന്നതിനെ നിരോധിച്ചുകൊണ്ട് അങ്ങനെയാണ് 1991 ഇന്ത്യയുടെ പാർലമെന്റ് ഈ നിയമം പാസ്സാക്കിയത്, ആക്ടായി നിലവിൽ വന്നത്. അതിൽ പറഞ്ഞിട്ടുള്ള സെക്ഷനുകൾ അനുസരിച്ചാണ് എങ്കിൽ ഇപ്പോൾ കോടതികൾ ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്യുന്നത്, അതിരുവിട്ടാണ് ചെയ്യുന്നത്. ആ ചെയ്യുന്നതിനെ ഞാൻ കൂട്ടി വായിക്കുന്നത് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിനെ തുടർന്ന് എടുക്കപ്പെട്ടതായ കേസുകൾ, ആ കേസുകളുടെ വിചാരണകൾ നീണ്ടുപോയി. എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താണ് പിന്നീട് കോടതി പറഞ്ഞത് എന്ന് അപർണയ്ക്കും ഓർമ്മയുണ്ടല്ലോ. എന്താ പറഞ്ഞത്? ഗൂഢാലോചന നടന്നു, നിയമവിരുദ്ധമായി സംഘം ചേർന്നു, ആയുധങ്ങളുമായി കൂട്ടം കൂടി, അത്തരത്തിൽ അവരുടേതായിട്ടുള്ള പല നേതാക്കളുടെയും പ്രസംഗങ്ങൾ തന്നെ ആളുകളെ വല്ലാതെ ഇളക്കുന്നതായിരുന്നു. ഇത് അക്രമങ്ങളിലേക്ക് നയിച്ചു. അങ്ങനെ ആ ആൾക്കൂട്ടം ആ ഉണ്ടായിരുന്ന സ്ട്രക്ചർ അത് തകർത്തു. അതെല്ലാം തന്നെ തെറ്റാണ്, ഇതെല്ലാം തന്നെ ക്രിമിനൽ കുറ്റങ്ങളാണ് എന്ന് പറയുകയും എന്നാൽ ആരെയും ശിക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു നിലയിലേക്ക് എത്തി.
അത് നൽകിയതായ ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം എന്നുള്ളത് ഈ രാജ്യത്തെ നിയമ നീതിന്യായ സംവിധാനങ്ങളെ പൂർണ്ണമായി അട്ടിമറിക്കാൻ ഇങ്ങനെ ഒരു കൂട്ടർക്ക് കഴിയും എന്നുള്ളതാണ്. മതത്തിന്റെ പേരിൽ എന്തുമാകാമോ എന്ന് കേരള ഹൈക്കോടതി ചോദിച്ച ദിവസം വൈകുന്നേരമാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത് എന്നുകൂടി നമ്മൾ അറിയണം. ഏതെങ്കിലും വിധത്തിലുള്ള വിശ്വാസത്തിന്റെ പേരിൽ വിശന്ന് പട്ടിണി കിടക്കുന്ന തൊഴിലില്ലാത്ത അത്തരത്തിലുള്ള മനുഷ്യനെയെല്ലാം ബുൾഡോസർ കയറ്റി ഇറക്കുകയും അതിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് എങ്കിൽ അവരോട് എന്താണ് പറയേണ്ടത്? തീർച്ചയായിട്ടും ഞാൻ തിരികെ എത്താം ശ്രീ എ സമ്പത്ത്, ഞാൻ തിരികെ എത്താം. ശ്രീ ഷാഫി ചാലിയം, ശ്രീ സമ്പത്ത് പറഞ്ഞു നിർത്തുന്ന ആ വർഷിപ്പ് ആക്ട്, ആരാധനാ നിയമം, ഈ ആരാധനാ നിയമത്തിനെതിരായിട്ടുള്ള ഹർജികൾ തടയണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിലേക്ക് പോകുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ആരാധനാ നിയമം ഇങ്ങനെയല്ല പോകേണ്ടത്, അത് നേരത്തെ തന്നെ അത് മാറ്റണം എന്ന് പറഞ്ഞിട്ടുള്ള പല ഹർജികൾ കോടതിയുടെ മുന്നിലുണ്ട്. ഇപ്പോൾ അലഹബാദ് കോടതിയുടെ മുന്നിൽ ഈ വിഷയവുമായിട്ട്, ഷാഹി മസ്ജിദിന്റെ വിഷയവുമായിട്ട് നിൽക്കുന്നതും ആവശ്യപ്പെടുന്ന അതേ കാര്യമാണ്. വാരണാസിയിൽ ആവശ്യപ്പെട്ടത് അതാണ്, മധുരയിൽ ആവശ്യപ്പെട്ടത് അതാണ്, ധാറിൽ ആവശ്യപ്പെട്ടത് അതാണ്. അതായത് ഈ എന്താണോ സംരക്ഷിക്കേണ്ട നിയമം എന്ന് നമ്മൾ പറഞ്ഞു നിർത്തുമ്പോൾ ആ നിയമം തന്നെ മാറ്റണം, അല്ലെങ്കിൽ ആ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികൾ ഒരു വശത്ത് നിൽക്കുന്നു. കോടതികൾ ഈ വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാടുകളെക്കുറിച്ച്, അത് കോടതി ഇലക്ഷൻ ആയതുകൊണ്ട് ആ തരത്തിൽ പറയുന്നില്ല, പക്ഷേ അപ്പോഴും ഈ നിലപാടിൽ നവംബർ 19 വരുന്ന ഹർജി, അന്ന് സർവേക്ക് ഉത്തരവിടുന്ന കോടതി, 29-നകം, അതായത് 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ പറയുന്ന കോടതി, സുപ്രീം കോടതി മാത്രം ഒരു രക്ഷയായി ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം, ആരാധനാ നിയമം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ അതേത് തരം ആശങ്കയുണ്ടാക്കുന്നുണ്ട്? 1991 ഈ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് ബില്ല് നമ്മുടെ പാർലമെന്റ് പാസ്സാക്കുന്നത്. എത്ര വർഷമായി കഴിയും? 22 വർഷത്തെ 23 വർഷമായി. ഈ 23 വർഷമായിട്ടും എപ്പോഴാണ് ഈ ആരാധനാലയ സംരക്ഷണ നിയമത്തിനെതിരെ കേസുകൾ വരുന്നത്? ഒക്കെ 2017-18 ശേഷമാണ്. ഈ പാസ്സായ കാലത്തൊന്നും അതിനെ കോടതിയിൽ ആരും ചാലഞ്ച് ചെയ്തിട്ടില്ല. പിന്നെ അതിനുശേഷം BJP ഗവൺമെന്റ് മൂന്നാം വട്ടം ഭരിക്കുകയാണ്. BJPയുടെ ഒരു മാനിഫെസ്റ്റോയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിലോ ഈ 91 ആരാധനാലയ സംരക്ഷണ നിയമം എടുത്തുകളി എന്ന് പറയുന്നുണ്ടോ? BJPയുടെ വാഗ്ദാനങ്ങളല്ല അതൊന്നും ഇല്ല. മാത്രമല്ല, ബാബരി മസ്ജിദിന്റെ മുകളിൽ വിധി പറഞ്ഞ ദിവസം, അന്ന് നിങ്ങളൊക്കെ ടെലിവിഷൻ ചാനലിൽ ചർച്ചയിൽ ഇരുന്ന ആളല്ല. അന്ന് എന്തായിരുന്നു പ്രധാന ചർച്ച? ഈ 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ ഈ വിധി തലനാരിഴ കയറി നമ്മളൊക്കെ ഒന്ന് പരിശോധിച്ചു. ആ വിധിയിൽ ഉത്തർപ്രദേശിലെ സുന്നി വഖഫ് ബോർഡിന്റെ അഭിഭാഷകനായ വ്യക്തി, അദ്ദേഹം ഒരു ആർഗ്യുമെന്റ് നോട്ട് ഈ ഭരണഘടനാ ബെഞ്ചിന് മുമ്പിൽ സമർപ്പിച്ചിരുന്നു. രാജേഷ് ദിവാൻ അദ്ദേഹം പറഞ്ഞത്, ഈ ബാബരി മസ്ജിദിന്റെ മുകളിലെ വിധി ഇന്ത്യൻ ഭരണഘടനയും IPCയും CRPCയും അനുസരിച്ചായിരിക്കണം. അല്ലാതെ ഊഹങ്ങളോ മിത്തോ ഐതിഹ്യമോ വിശ്വാസമോ വെച്ച് വിധി പറഞ്ഞാൽ ആ വിധി ഇന്ത്യയിലെ മറ്റു ആരാധനാലയങ്ങളെ നേരെ പുതുതായി അവകാശ തർക്കങ്ങൾ സൃഷ്ടിക്കാനും അതുവഴി രാജ്യം രക്തപങ്കിലമാവാനും സാധ്യതയുണ്ട് എന്ന ഒരു ആശങ്ക സുപ്രീം കോടതിക്ക് മുന്നിൽ ആർഗ്യുമെന്റ് നോട്ടായി മിസ്റ്റർ രാജേഷ് ധവാൻ കൊടുത്തപ്പോൾ അതിനെ പരാമർശിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ഈ 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയിൽ 3 പേജ് അതാണ്. ആ ആശങ്കക്ക് അടിസ്ഥാനമില്ല വിധി ഇങ്ങനെ പറയുന്നത്. കാരണം 91 ആരാധനാലയ സംരക്ഷണ നിയമം വളരെ ശക്തമാണ്. അതിൽ നിന്ന് ബാബരി മസ്ജിദ് അഡ്ജുഡിക്കേഷൻ ആയതുകൊണ്ട് ബാബരി മസ്ജിദ് ഒഴികെ ഉള്ള എല്ലാ ആരാധനാലയങ്ങൾക്കും അത് ബാധകമാണ്. അതുകൊണ്ട് ബാബരി മസ്ജിദിന്റെ മുകളിലുള്ള ഈ വിധി വെച്ച് 91 നിയമത്തിനെ മറികടക്കാൻ കഴിയില്ലെന്നും 91 ആരാധനാലയ സംരക്ഷണ നിയമം എല്ലാ ആരാധനാലയങ്ങൾക്കും പരിപൂർണ സംരക്ഷണം നൽകുന്നതെന്നും നിങ്ങളുടെ ഈ ആശങ്കക്ക് യാതൊരുവിധ ഈ ആശങ്ക അസ്ഥാനത്താണെന്ന് സുപ്രീം കോടതി ആ വിധിയിൽ തന്നെ പറഞ്ഞു. അന്ന് BJPയുടെ പ്രതിനിധികൾ അടക്കം പറഞ്ഞു, ബാബരി മസ്ജിദിന്റെ വിധി ബാബരി മസ്ജിദിന് മാത്രമല്ല, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ രാജ്യത്തിൽ ആരാധനാലയ സംരക്ഷണത്തിന് കീഴിലാണ്. അതുപോലെ RSSന്റെ ചീഫ്, അദ്ദേഹത്തിന്റെ വിജയദശമി ദിനത്തിലെ നാഗ്പൂരിലെ RSSന്റെ ആസ്ഥാനത്ത് വെച്ച് വർഷാവർഷം നടത്തുന്ന പ്രസംഗമുണ്ട്. അത് കേവലം നമ്മളെ രാഷ്ട്രീയ നേതാക്കൾ നടത്തുന്ന ഒരു പ്രസംഗമല്ല.
ആ പ്രസംഗം ഒരു പുസ്തകമായി ഔദ്യോഗികമായി RSS പുസ്തകങ്ങൾ അത് പ്രസിദ്ധിച്ച് ചേർക്കും. അതൊരു റെഫറൻസ് ഗ്രന്ഥമാണ്. അതിൽ കഴിഞ്ഞ ബാബരി മസ്ജിദിന്റെ ഈ വിധി വന്നതിന് ശേഷമുള്ള തുടർച്ചയായിട്ടുള്ള മോഹൻ ഭാഗവത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, അയോധ്യ എന്നത് നമ്മുടെ ഒരു സെന്റിമെന്റ്സ് ആയിരുന്നു. ഇനി ഒരു പള്ളിന്റെ അടിയിലും ശിവലിംഗം അന്വേഷിച്ച് ആരും നടക്കരുത് എന്ന് കൃത്യമായി പറഞ്ഞു. അപ്പൊ സത്യത്തിൽ ഇപ്പം ഈ ഹരിജികളുമായി കയറി ഇറങ്ങിയെന്ന വ്യക്തികളുടെ ക്രെഡിബിലിറ്റി പരിശോധിക്കണം. അജ്മീർ ദർഗയായിട്ട് ബന്ധപ്പെട്ട് കോടതിയിൽ പോയ വ്യക്തിയുടെ പിന്നെ ക്രെഡിബിലിറ്റി പരിശോധിക്കണം. ആ വ്യക്തികളൊക്കെ ആരാണെന്ന് നോക്കണം. ഭ്രാന്തന്മാരാണ്, മനോരോഗികളാണ്, കയ്യും കാലും വായും പൂട്ടി ചങ്ങലക്കിട്ടിട്ട് ഇരുട്ട് മുറിയിൽ അയക്കേണ്ട സാമൂഹ്യ ദ്രോഹികളാണ് ഈ കോടതിയിലേക്ക് വരുന്നത്. മാത്രമല്ല, ഈ സുപ്രീം കോടതിയുടെ വിധി പറഞ്ഞ 5 അംഗ ഭരണഘടനാ ബെഞ്ചിലുള്ള ഈ ചന്ദ്രചൂഡ് എന്ന ജഡ്ജി, ആ ജഡ്ജിയാണ് ഈ സർവേക്കൊക്കെ ഈ കീഴ്ക്കോടതി സമ്മതം കൊടുക്കാൻ കാരണഭൂതനായത്. കാരണം അദ്ദേഹം വാക്കാൽ ഒരു വാക്ക് പറഞ്ഞു, ഉടമസ്ഥാവകാശവുമായി വരുന്നതിനാണ് ആരാധനാലയ സംരക്ഷണ നിയമം എതിര്. എന്നാൽ ഒരു കെട്ടിടത്തിന്റെ അടിയിൽ അത് എന്തോ ആകട്ടെ, ഒരു കെട്ടിടത്തിനടിയിൽ ഒന്ന് സർവേ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞാൽ ആ സർവേക്ക് അനുവദിക്കുന്നത് ഇതിനെ ബാധിക്കുന്നില്ല എന്ന് ഒരു എവിടെയും തൊടാത്ത രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ഒരു കമന്റിന്റെ ചുവട് പിടിച്ചിട്ടാണ് ഈ കീഴ്ക്കോടതികളൊക്കെ എന്ത് ചെയ്യാണ് പോയി ആരെങ്കിലും ഇപ്പൊ ഈ അപർണ എന്നെ ഇൻട്രോയിൽ പറഞ്ഞ കാര്യം എന്താ, ഒരുത്തന് അരിചിയുമായി വരുന്നു, വന്ന ഉടനെ തന്നെ ആ മസ്ജിദിന്റെ ആളുകൾക്ക് എന്താ അതിനെ കുറിച്ച് പറയാനുള്ളതെന്ന് ചോദിക്കുക പോയില്ല. അത് ഒരു എക്സ്പേർട്ടി ആയിട്ട് എന്ത് ചെയ്യാണ് അവിടേക്ക് പോകാൻ പറയുന്നു. ആദ്യത്തെ ദിവസം പോകുന്നു, കുഴപ്പമില്ല. 2ാം ദിവസം പോകുന്നു, ജയ്സ്രാം വിളി. മാത്രമല്ല, അവർ മരണപ്പെട്ട 5 പേരെ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ കിട്ടിയ വെടിയുണ്ട UP പോലീസിൻ്റെതല്ല എന്ന് പറയപ്പെടുന്നു. എനിക്കതിന് പൂർണ്ണമായിട്ട് എന്താ ടെലഗ്രാഫ് പത്രത്തിൽ ഞാൻ വായിച്ചത്. എങ്കിൽ നാടൻ തോക്കുമേറ്റിയിട്ട് ഈ പറഞ്ഞ BJPക്ക് ബന്ധമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. BJP പ്രതിനിധികൾ പറയേണ്ട കാര്യമാണ്. കാരണം മുസ്ലിങ്ങളുടെ പേരിൽ പല സംഘടന ഉണ്ടാക്കി പല വിധ്വംസ പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും രാജ്യത്തും ലോകത്തും നടത്തുന്നുണ്ട്. അതിനൊന്നും ഞങ്ങളെ സമുദായത്തിന് ഉത്തരം പറയാൻ കഴിയില്ല. അതുപോലെ ഇത്തരത്തിൽ ആളുകൾ ഹർജി കൊടുക്കുന്നതും ഇത്തരം അതിക്രമങ്ങൾക്കൊക്കെ BJPന്റെ പ്രതിനിധി അത് ഏറ്റെടുക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അവരെ വൈറ്റ് വാഷ് ചെയ്യുമെന്ന് അതും പറയാൻ പറ്റില്ല. അത് നിങ്ങളെ നിലപാട് വന്നാലേ അറിയുള്ളൂ. പക്ഷെ ഇവിടെ ഇന്നത്തെ വിഷയം ഇതൊന്നല്ല. നമ്മളെ കേരള സംസ്ഥാനത്ത് കാസർഗോഡ് ജില്ലയിൽ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നു. ഈ വയനാട്ടിലുള്ള പ്രിയങ്ക ഗാന്ധി MP, ആ MP ഈ കാസർഗോഡ് പ്രവേശിക്കുന്നത് തടയാൻ തുടങ്ങി. കേരളത്തിലേക്ക് വരുന്നത് തടയാന്ന് പറഞ്ഞാൽ എന്താ കഷ്ടം? ഞങ്ങളെ മുസ്ലിം ലീഗിന്റെ സംഘത്തെ ഗാസിയാബാദ് വരെ പോകാൻ അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ രാഹുൽ ഗാന്ധിയെ ഉത്തർപ്രദേശിലേക്ക് കടക്കാൻ സമ്മതിച്ചിട്ടില്ല. നിങ്ങളത് മനസ്സിലാക്കുക. ആ സ്റ്റേറ്റിലേക്ക് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, ഇവിടെ റായ് ബലേറി എന്ന ഉത്തർപ്രദേശിലെ ഒരു നിയോജകമണ്ഡലത്തിൽ MP ആണ്. ഈ സംബൽ എന്ന ജില്ലയിലാണ് നിരോധനമെങ്കിൽ സംബൽ ജില്ലയിലേക്ക് പ്രവേശിക്കേണ്ട. ഇത് ഉത്തർപ്രദേശിന്റെ അതിർത്തി, ഡൽഹി ഉത്തർപ്രദേശ് അതിർത്തിയിലെ തർക്കാണ്. ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെ ക്യാബിനറ്റ് റാങ്കുള്ള ഭരണകൂടത്തിന്റെ ഭാഗമാണ്. ഈ രാജ്യത്ത് ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ജനാധിപത്യത്തിൽ പോയി അദ്ദേഹത്തിന്റെ സഞ്ചാര യോഗ സ്വാതന്ത്ര്യമില്ലേ? എന്തൊരു ക്രൂരതയാണ് ഈ. നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് BJPയുടെ പാനലിസ്റ്റ് ഈ വിഷയം എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അറിഞ്ഞാൽ നമുക്ക് മറ്റു ചോദ്യങ്ങൾക്ക് കടക്കാൻ കഴിയുള്ളൂ. താങ്കൾ പറഞ്ഞതുപോലെ BJP ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള സാധ്യതയില്ല എന്നാണെങ്കിൽ പോലും ഞാൻ ചോദിക്കുന്നത് ശ്രീ അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, ആരാധനാ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഹർജികളിലേക്കും നീക്കങ്ങളിലേക്കും എന്തുകൊണ്ടാണ് സംഘപരിവാർ കടക്കുന്നത് എന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് ഇത് നിഷേധിക്കുക? ഞാൻ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയും ബഹുമാനപ്പെട്ട ശ്രീ സമ്പത്തും ഒക്കെ പറയുന്നത് കേൾക്കുമായിരുന്നു. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. പക്ഷേ നമുക്ക് സത്യത്തെ വളച്ചൊടിക്കാം, സത്യത്തെ തെറ്റായി വ്യാഖ്യാനിക്കാം. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അതിനെ ഏത് തരത്തിൽ വേണമെങ്കിലും വർത്തമാനത്തിന്റെ ഭാഗമായി പറയാം. ഇങ്ങനെയൊക്കെ പറയാമോ? എനിക്കറിയില്ല. ഇവർക്ക് പറ്റുമായിരിക്കും. കാരണം പലപ്പോഴും തെറ്റായ കാര്യങ്ങൾ ജനങ്ങളോട് പറയാൻ വേണ്ടി ഔത്സുക്യം കാണിച്ചിട്ടുള്ള പാർട്ടികളുടെ ആൾക്കാരാണ് 2 പ്രതിനിധികളും. അവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത് സംഭാലിൽ? അവിടെ ജില്ലാ കോടതിയിൽ ഒരു കേസ് വന്നിരിക്കുന്നു. ആ സംഭവത്തെ സംബന്ധിച്ച് കമ്മീഷൻ അന്വേഷിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് കമ്മീഷൻ പരിശോധന നടത്താൻ ഉത്തരവിട്ടിരിക്കുന്നു. ഇതറിയാത്തവരല്ലല്ലോ ഈ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മുതൽ ഈ ചർച്ചയിലിരിക്കുന്ന അപർണ അടക്കമുള്ള ആളുകൾ. അങ്ങനെ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ നവംബർ 19-ാം തീയതി വന്ന കേസിൽ 24-ാം തീയതിയിലെ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അഡ്വക്കേറ്റ് കമ്മീഷൻ പോകുന്നു. ബഹുമാനപ്പെട്ട സമ്പത്ത് സാറിന് അറിയാത്ത കാര്യമല്ലല്ലോ അഡ്വക്കേറ്റ് കമ്മീഷൻ എങ്ങനെയാണ് ഒരു സിവിൽ കേസിൽ സ്ഥലം സന്ദർശിക്കുക, എന്ത് പരിശോധനയാണ് നടത്തുക,
അതിനുള്ള വർക്ക് മെമ്മോന്റെ അടിസ്ഥാനത്തിൽ അവരൊരു സ്ഥലം സന്ദർശിക്കും, അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. പക്ഷെ എന്താ ഇവിടെ പ്രചരണം നടക്കുന്നത്? BJP വലിയ തരത്തിൽ ഇതൊരു വലിയ സംഭവമാക്കി മാറ്റി അവിടെ വലിയ തർക്കത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. എന്താ അവിടെ സംഭവിച്ചത്? ആദ്യത്തെ ദിവസം അഡ്വക്കേറ്റ് കമ്മീഷൻ പോയപ്പോൾ അവിടെ ഒരു പ്രശ്നവുമില്ല, അതിനകത്ത് ശരി, കടക്കാനോ അവിടെ ഞാനൊന്ന് പരിശോധന നടത്താനോ ഇടപെട്ടോട്ടെ. ശ്രീ തടസ്സമില്ല. പി കൃഷ്ണദാസ്, ഞാൻ ആ വിഷയത്തിൽ തന്നെ ഒന്ന് ഇടപെട്ടോട്ടെ. അഡ്വക്കേറ്റ് കമ്മീഷൻ പോയി, സംഘർഷമുണ്ടായി, അല്ലെങ്കിൽ അവിടെ വിഷയമുണ്ടായി, അത് സംഘർഷം ഉണ്ടായില്ല. രണ്ടാമത്തെ ആദ്യത്തെ കാര്യം. ദിവസം ഞാൻ സംഘർഷം ആദ്യത്തെ ഉണ്ടായില്ല. അല്ല, എനിക്ക് ആദ്യത്തെ ദിവസം അല്ല സംഘർഷം ഉണ്ടായില്ല. അല്ല ഒരു പ്രശ്നം ഉണ്ടായില്ല. അതിന് മുൻപുള്ള വിഷയം ഹർജി കൊടുത്തതുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞല്ലോ, ഒരു ഹർജി കോടതിയിൽ വന്നു, അതിൽ BJPക്ക് എന്ത് പങ്ക് എന്ന് ചോദിച്ചു. ഈ ഹർജി കൊടുത്തത് ആരാണ്? ഞാന് അതാ തിരിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ആര് ഹർജി കൊടുത്താലും എവിടെ നിന്ന് ഹർജി വന്നാലും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഏതൊരാൾക്കും ഈ രാജ്യത്ത് അല്ല, ഏതൊരു അത് ആരാണ് ആ വിഷയത്തിലും ഹർജി കൊടുത്തത്? ആരാണ്? അതും കൂടി പ്രേക്ഷകർ അറിയണം. ആരാണ് ആ ഹർജി കൊടുത്തത്? അവിടെ നിങ്ങൾ പറഞ്ഞു. അഡ്വക്കേറ്റ് ഹരിശങ്കർ ജെയിൻ ആരാണ്? അദ്ദേഹമാണ് ആ ഹർജി കൊടുത്തത്. അഡ്വക്കേറ്റ് ഹരിശങ്കർ ജെയിൻ. BJPയെ സംബന്ധിച്ചിടത്തോളം, സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അഡ്വക്കേറ്റ് ഹരിശങ്കർ ജെയിൻ ആരാണ്? അല്ല, എനിക്കറിയില്ല, നിങ്ങൾ തന്നെ വിശദീകരിച്ചോളൂ. എനിക്കറിയില്ല അദ്ദേഹം ആരാണെന്നുള്ളത്, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അഡ്വക്കേറ്റ് ഹരിശങ്കർ ജെയിൻ താങ്കൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കില്ല. ബാബറി മസ്ജിദിൽ ഹിന്ദു വിഭാഗത്തിന് വേണ്ടി വാദിച്ച അതേ വക്കീൽ, ഗ്യാൻവാബിയിൽ വാരണാസിയിൽ വാദിച്ച അതേ വക്കീൽ, 99 അമേത്തിയിൽ സോണിയാഗാന്ധിക്കെതിരെ മത്സരിച്ച് സ്വതന്ത്രനായി നിന്ന വക്കീൽ, സ്വതന്ത്രനായിട്ടാണ് അദ്ദേഹം നിന്നത്, താജ്മഹൽ പൊളിക്കണമെന്ന് പറഞ്ഞ അതേ വക്കീൽ. BJP സ്ഥാനാർത്ഥി അല്ലല്ലോ, അതാ ഞാൻ പറഞ്ഞത്. BJP സ്ഥാനാർത്ഥി അല്ലല്ലോ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ബാബറി മസ്ജിദിൽ കേസ് വാദിച്ച് സംഘപരിവാർ നിലപാടുകൾ വാദിച്ച് ജയിച്ച വക്കീൽ, ഗ്യാൻവാബിയിലും അതേ നിലപാട് വാദിച്ച വക്കീൽ, താജ്മഹൽ പൊളിക്കണം, പൊളിച്ചു കളയുകയാണ് വേണ്ടത് എന്നുള്ള അതേ നിലപാട് ആവർത്തിക്കുന്ന, മാധ്യമങ്ങളിൽ വന്ന് പറയുന്ന അതേ വക്കീൽ, ആ വക്കീലാണ് അഡ്വക്കേറ്റ് ഹരിശങ്കർ ജെയിൻ. അദ്ദേഹമാണ് ഹർജി കൊടുത്തത്. അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹം ഏത് രാഷ്ട്രീയ നിലപാടാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ പ്രത്യേകം ബുദ്ധി വേണോ ശ്രീ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്? അതെ, ഈ ചർച്ചയില് എന്നോട് ചോദ്യങ്ങൾ മാത്രമായതുകൊണ്ട് അല്ലെ, എനിക്ക് ആ വിഷയം ഒന്ന് അറിയാനാണ്. അതാണ് ഞാൻ കാതലായിട്ട് പറയുന്നത്. ഈ ഹർജി കൊടുത്തിരിക്കുന്ന ആളുടെ രാഷ്ട്രീയ താല്പര്യം എന്താണ് എന്ന് വ്യക്തമാക്കാനാണ്. ആരോ ഒരാൾ ഹർജി കൊടുത്തതല്ല എന്ന് വ്യക്തമാക്കാൻ. അതിന് പ്രസക്തി ഇല്ല എന്നാ ഞാൻ പറഞ്ഞത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഏതൊരാൾക്കും, അത് BJP അനുഭാവിയാവട്ടെ, മുസ്ലിം ലീഗ് അനുഭാവിയാവട്ടെ, CPM അനുഭാവിയാവട്ടെ, ആർക്ക് വേണമെങ്കിലും കോടതിയെ ഏത് വിഷയത്തിലും സമീപിക്കാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടാണോ അദ്ദേഹം മത്സരിച്ചത്? അല്ലല്ലോ. അപർണ തന്നെ പറഞ്ഞല്ലോ, BJP ആയിട്ട് അദ്ദേഹത്തിന് എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. മറ്റു നിലപാടുകളെല്ലാം BJPയുടെയും സംഘപരിവാറിന്റെയും നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് ഹരിശങ്കർ ജെയിൻ. അദ്ദേഹത്തിന്റെ എക്സിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ബയോ കിടക്കുന്നത് താങ്കൾക്ക് അറിയാമോ? ജയ്തു ഹിന്ദു രാഷ്ട്ര എന്ന്. അതായത് ഹിന്ദു രാഷ്ട്രം മതി ഇന്ത്യയിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നിലപാട് മറ്റെന്താണ്? വേറെന്ത് നിലപാടാണ് അദ്ദേഹത്തിന്റെ? അദ്ദേഹം കോൺഗ്രസ് ആണോ? അദ്ദേഹം ഇടതുപക്ഷമാണോ? എന്ത് നിലപാടാണ് അദ്ദേഹത്തിന്റെ? നമ്മുടെ രാജ്യത്ത് BJP ഉയർത്തിപ്പിടിക്കുന്ന നിലപാടിനും അല്ലെങ്കിൽ BJP മുന്നോട്ട് വെക്കുന്ന ഞങ്ങളുടെ രാഷ്ട്രീയ അജണ്ടക്കും അങ്ങനെയാണെന്ന് കൂട്ടിക്കോളും. അങ്ങനെ അനുഭാവം പ്രകടിപ്പിക്കുന്നവരോ സമാനമായി ചിന്തിക്കുന്നവരായിട്ടുള്ള നിരവധി ആളുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടേതായിട്ടുള്ള അജണ്ടകൾ ഉണ്ടാകും, അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാകും, അവരുടേതായിട്ടുള്ള നടപടികൾ ഉണ്ടാകും. അതെല്ലാം BJPയുടെ മേത്തേക്ക് ചാരിക്കൊണ്ട് നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കണമെന്നില്ല. അതിനർത്ഥം ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്, അവിടെ നടക്കുന്ന ഒരു നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കോടതിയിൽ നടന്നിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്മീഷൻ പോകുന്നു. ആദ്യത്തെ ദിവസം ഒരു പ്രശ്നവുമില്ല. രണ്ടാമത്തെ ദിവസമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കമുണ്ടാകുന്നത്. ഇപ്പോ ബഹുമാനപ്പെട്ട ശ്രീ ഷാഫി പറഞ്ഞല്ലോ, BJP വലിയ അജണ്ട സൃഷ്ടിച്ച് വലിയ കൊലപാതകങ്ങളും വലിയ പ്രശ്നങ്ങളും വലിയ തർക്കങ്ങളും ഒക്കെ ഉണ്ടാക്കുകയാണെന്ന്. ഇതുപോലെ തന്നെ രാമജന്മഭൂമി പ്രശ്നം നടന്നപ്പോ എത്ര പേരെയാണ് മുലായം സിംഗ് ഗവൺമെന്റ് വെടിവെച്ചു കൊല്ലുന്ന സാഹചര്യം ഉണ്ടായത്? എത്ര പേരാണ് BJP പ്രവർത്തകരായിട്ടുള്ള ആളുകൾ, അനുഭവികളായിട്ടുള്ള ആളുകൾ, അതിന്റെ സമരവുമായി വന്നിട്ടുള്ള ആളുകൾ, അതിന്റെ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ മരിച്ചു പോയിട്ടുള്ളത്, മരണപ്പെട്ടിട്ടുള്ളത്, അവരെല്ലാം ബലിദാനികളായി മാറിയിട്ടുള്ളത്? ഇനി തിരിച്ച് ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ രാജ്യത്ത് ഈ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് വലിയ രാഷ്ട്രീയ ലാഭത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾ, ഇപ്പൊ പാർലമെന്റ് നടക്കുകയാണല്ലോ. ബഹുമാനപ്പെട്ട ശ്രീ സമ്പത്ത് സൂചിപ്പിച്ചത് അദ്ദേഹം ആന്തരികൾ നേരത്തെ പോയി എന്നുള്ളതാണ്. ഈ കേരളം അടക്കമുള്ള സ്ഥലങ്ങളിൽ എത്രയോ ഘട്ടങ്ങളിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. എത്രയോ ഘട്ടങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല
മറ്റുള്ള ആളുകൾ പ്രവേശിക്കുന്നതും 144 പ്രഖ്യാപിക്കുന്നതും ഒക്കെ രാജ്യത്ത് ആദ്യമായി സംഭവിക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി അതിന്റെയൊക്കെ രാഷ്ട്രീയത്തിനേക്കാൾ അപ്പുറത്തേക്ക് കടന്നാൽ പാർലമെന്റ് നടക്കുന്ന ഒരു സമയത്ത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അത്രയ്ക്ക് ശക്തനാണെങ്കിൽ, അത്രയ്ക്ക് ശക്തിയുള്ള ആളാണെങ്കിൽ അദ്ദേഹം പാർലമെന്റിലല്ലേ ഈ വിഷയം ഉന്നയിക്കേണ്ടത്. പാർലമെന്റ് നടക്കുന്ന ഒരു സമയത്ത് നേരെ സംഭവം നടക്കുന്ന സ്ഥലത്ത് 144 പ്രഖ്യാപിച്ചുള്ള സ്ഥലത്ത് എന്ത് അവകാശമാണുള്ളത്? എനിക്ക് സമ്പത്തിനോട് അതാ ചോദിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട സമ്പത്ത്, എന്ത് അവകാശമാണ് ഭരണഘടനാപരമായി അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ടത്? അങ്ങ് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് എല്ലാ അവകാശവും നിഷേധിക്കപ്പെട്ടു. ശ്രീ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് എല്ലാ ഏത് അവകാശമാണ് അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ടത്? ഭരണഘടനാപരമായി പ്രതിപക്ഷ നേതാവിന് ഒരവകാശവും നിഷേധിക്കപ്പെട്ടില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന് ഭരണഘടനാപരമായ അവകാശം കിട്ടുന്നത് എപ്പോഴാണ്? ഒരു സ്ഥലത്ത് യാതൊരു പ്രശ്നവും ഇല്ലാതെ ഭരണഘടനാപരമായ ഒരു സംവിധാനം നിലനിൽക്കുന്ന സമയത്താണ്. ഇവിടെ 144 പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലാ മജിസ്ട്രേറ്റ് 144 പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥലത്ത് ആർട്ടിക്കിൾ 19(2) പ്രകാരം അദ്ദേഹത്തിന് ഒരു അവകാശമില്ല. ജില്ലയിൽ മാത്രമാണ്. ഞാൻ അങ്ങയുടെ സംസാര സമയത്ത് ഞാൻ ഇടപെട്ടില്ലല്ലോ. എനിക്ക് പറയാനുള്ള സമയത്ത് ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ, ഇല്ലെങ്കിൽ ഞാനും ഇടപെടാം എല്ലാവരുടെ സമയത്തും. അതിന് എനിക്ക് പറ്റുന്ന ആള് തന്നെയാണ്, ഞാനും ഇടപെടാം. ഞാൻ പറഞ്ഞത് ആ ജില്ലയിലായാലും വേറൊരു സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും 144 പ്രഖ്യാപിച്ചു. അവിടെ ഒരു പ്രശ്നം. എന്തിനാ രാഹുൽ ഗാന്ധി പോകുന്നത്? എന്താവശ്യത്തിനാ പോകുന്നത്? അവിടെ രാഹുൽ ഗാന്ധി പോകുന്നത് ഈ രാജ്യത്ത് മുഴുവൻ പ്രശ്നം ഉണ്ടാക്കാനാണ്. രാജ്യത്ത് മുഴുവൻ രാഹുൽ ഗാന്ധിയെ തടയുന്നു, ഇതാ പ്രശ്നം. രാഹുൽ ഗാന്ധിയെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നു, ഇതാ പ്രശ്നം. രാഹുൽ ഗാന്ധിയെ തടയുന്നു, നിങ്ങൾ കോൺഗ്രസ്സുകാർ രാജ്യം മുഴുവൻ പ്രക്ഷോഭമായിട്ട് വന്നു. അതിനപ്പുറത്തേക്ക് എന്താവശ്യത്തിനാണ് രാഹുൽ ഗാന്ധി പോകുന്നത്? പ്രത്യേകിച്ച് എന്തെങ്കിലും ആവശ്യം നടത്താനുണ്ടോ? ഒരാവശ്യമില്ല. അപ്പൊ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രചരണവും നടത്താൻ വേണ്ടി ശ്രമിക്കാം. അതിലൊന്നും യാതൊരു തെറ്റും ഞങ്ങൾ കാണുന്നില്ല. പക്ഷെ അതൊന്നും ഞങ്ങളുടെ ദേഹത്തേക്ക് വെക്കണ്ട, ഞങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയേണ്ടതില്ല എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഒരു വസ്തുത കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇവിടെ വർഷിപ്പ് നടത്തുന്നു, അല്ലെങ്കിൽ ആ സ്ഥലം പള്ളിയാണ്, അതിനെ ചോദ്യം ചെയ്തിരിക്കുന്നു. ഇനി ഞാൻ അങ്ങയോട് ഈ പാനലിലിരിക്കുന്ന എനിക്ക് മുൻപ് സംസാരിച്ച രണ്ടുപേരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, അവിടെ ഒരു ആരാധനാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമത്തിന്റെയും പരിരക്ഷാ കെട്ടിടത്തിനില്ല. അത് കെട്ടിടമാണെങ്കിലും പള്ളിയാണെങ്കിലും ക്ഷേത്രമാണെങ്കിലും മോസ്ക് ആണെങ്കിലും എന്താണെങ്കിലും ആ തർക്ക സ്ഥലത്തിന് ഒരു ആരാധനാലയത്തിന്റെയും ഒരു ആരാധനാ നിയമങ്ങളുടെയും ഒരു മതത്തിന്റെയും സംരക്ഷണം അതിനില്ല. കാരണം അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നടപടിയുടെയും നിലപാടുകളുടെയും ഭാഗമായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഒരു ആരാധനാ നിയമവും ബാധകമല്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത്, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ആരാധനാ നിയമത്തിന്റെ അടിസ്ഥാനത്തിലും ഒരു സംവിധാനത്തിനും ഒരു അവകാശവും നേടാനോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാനോ കഴിയില്ല. അവിടെ ആരാധന നടത്തിയാലും, ആര് നടപടികൾ സ്വീകരിച്ചാലും, ആരവിടെ പ്രാർത്ഥിച്ചാലും, ആരേത് നടപടിയുമായി മുന്നോട്ട് പോയാലും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലിരിക്കുന്ന ഒരു സ്ഥലത്തിനെ സംബന്ധിച്ച് ഒരു അവകാശവും നിങ്ങൾക്ക് മതപരമായി ഉന്നയിക്കാൻ കഴിയില്ല, വിശ്വാസപരമായി ഉന്നയിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം ഞാൻ ക്ലിയർ ആക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ഞാൻ നിങ്ങളുടെ കുറെ ചോദ്യങ്ങളെ കേട്ടില്ലോ, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ ആദ്യം. ഇനി മറ്റൊന്ന്, ബഹുമാനപ്പെട്ട സമ്പത്ത് അദ്ദേഹം പറഞ്ഞപ്പോ അദ്ദേഹം ഭരണഘടനാ അവകാശത്തെ വല്ലാതെ വാചാലനായി പറഞ്ഞു. ഈ അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന സമയത്ത് ഭരണഘടന എവിടെ പോയിരുന്നു? ഇന്ന് ഉയർത്തി കാണിച്ചല്ലോ ഭരണഘടന. രാഹുൽ ഗാന്ധി ഭരണഘടന ഉയർത്തിപ്പിടിക്കണമെന്ന് അദ്ദേഹം ഭരണഘടന ഉയർത്തിപ്പിടിക്കുക മാത്രമല്ല, അത് അരച്ചു കലക്കി കുടിക്കേണ്ട ആളാണ്. എന്താ കാരണം എന്നറിയോ? ഭരണഘടനാപരമായി രാജ്യത്തെ 84 സർക്കാരുകളെ ഇത്രയും കാലത്തിനിടയിൽ പിരിച്ചുവിട്ടൊരു ഗവൺമെന്റാണ് കോൺഗ്രസിന്റെ ഗവൺമെന്റ്. ഇനി മറ്റൊന്ന്, 19 മാസക്കാലം ഈ രാജ്യത്ത് ജനങ്ങൾക്ക് എല്ലാവിധ അവകാശങ്ങളും ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 21 ഏതൊക്കെ ഭരണഘടന കോടതികളെ പൂച്ചുവലം കിട്ടു, ഭരണഘടനാ സംവിധാനങ്ങളെ പൂച്ചുവലം കിട്ടു, ഈ രാജ്യത്ത് ജനാധിപത്യ സംവിധാനങ്ങളെ പൂച്ചുവലം കിട്ടു. അങ്ങനെ ഭരണഘടനാപരമായി 19 മാസക്കാലം ഈ രാജ്യത്ത് ഇരുണ്ട യുഗത്തിലേക്ക് വിട്ട ഒരാളാണ്. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഞാൻ സി ബി സത്യനെ കൂടെ പോകണം, അദ്ദേഹത്തിനും സമയം കിട്ടില്ല. ശ്രീ സി ബി സത്യൻ, ഞാൻ ചോദിച്ച പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമല്ല അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് പറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ വരവ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭരണഘടനാ ലംഘനമില്ല എന്ന് വാദിക്കുമ്പോഴും ഇതിന്റെ കാതലായിട്ടുള്ള വിഷയം അത് അവിടെയുള്ള ഉണ്ടായിരുന്നു എന്ന് അവകാശപ്പെടുന്ന ഹിന്ദു വിഭാഗം അവകാശപ്പെടുന്ന അങ്ങയുടെ സ്റ്റേറ്റ്മെന്റിൽ ആളുകൾ തെറ്റിദ്ധരിക്കും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തെറ്റിദ്ധരിക്കും. അങ്ങ് പറഞ്ഞ ചോദ്യത്തിന് ഞാൻ എന്റെ ഉത്തരമാണ് പറഞ്ഞത്.
അങ്ങ് താങ്കൾ പറഞ്ഞത് അതുമായിട്ട് ബന്ധമില്ല എന്നാണ് ഞാനത് ഇപ്പോഴും പറയുന്നു. ആ ബന്ധമില്ല. അതായത് ബാബറി മസ്ജിദിൽ സംഘപരിവാർ നിലപാടിന് വേണ്ടി വാദിച്ച് ജയിച്ച അഭിഭാഷകന് യാതൊരു ബന്ധവുമില്ല ഈ സംഘടനയുമായിട്ട് എന്നാണ് താങ്കൾ പറയുന്നത്. 93 തൊട്ട് അങ്ങനെ നിൽക്കുന്ന അഡ്വക്കേറ്റ് ഹരിശങ്കർ ജെയിന് യാതൊരു ബന്ധവുമില്ല സംഘപരിവാറുമായിട്ട്, BJPയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് താങ്കൾ പറയുന്നത്. അതെങ്ങനെയാണ് മുഖവിലേക്ക് എടുക്കാൻ കഴിയുക? അങ്ങനെയല്ലെന്ന് നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കില്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് കേൾക്കുന്ന ആളുകളെന്താ ധരിക്കുക ഞാനെന്തോ വലിയ കുഴപ്പം താങ്കൾ അതിന് ഉത്തരം പറയൂ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറയൂ. അഡ്വക്കേറ്റ് ഹരിശങ്കർ ജെയിനിന്റെ ബന്ധം, സംഘപരിവാർ ബന്ധം എങ്ങനെയാണ് താങ്കൾക്ക് സാമാന്യ ബുദ്ധി കൊണ്ട് നിഷേധിക്കാൻ കഴിയുക? വിശദീകരിക്കാനുള്ള ബാധ്യത എനിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് വിശദീകരിക്കാനുള്ള ബാധ്യത എനിക്കില്ല. ഏതൊരാൾക്കും അങ്ങനെ ഏതെങ്കിലും സംഘടനയുടെ ചുമതലയുണ്ടോ ഞങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്? ഇനി ഇത് അങ്ങ് ചോദിക്കുന്നത് എന്താണ്? കേസ് ബാധിച്ച കാര്യത്തെ കുറിച്ചാണ്. രാമജന്മഭൂമി കേസിൽ എത്ര ആളുകൾ കേസ് ബാധിച്ചു? മാത്രമല്ലല്ലോ അദ്ദേഹം ഹരിശങ്കർ ജെയിൻ ആ കേസ് മാത്രം വാദിച്ച ആളല്ല, ഗ്യാൻവാബി വാദിച്ച ആളാണ്, വാരണാസി ഈ ഉന്നയിച്ചു കൊണ്ടുവന്ന ആളാണ്, താജ്മഹൽ പൊളിക്കണമെന്ന് ഉള്ള ആ നിലപാട് വീണ്ടും ആവർത്തിച്ച ആളാണ്. ഇത് ഒരേ ഒരാളാണ്. കോൺഗ്രസിൽ സോണിയാഗാന്ധിക്കെതിരെ മത്സരിക്കുമ്പോൾ പോലും ഇതിനകത്ത് രാഷ്ട്രീയം വ്യക്തമാണ്. നേരത്തെ ശ്രീ എ സമ്പത്ത് പറഞ്ഞതുപോലെ ഇതൊക്കെ അന്വേഷിക്കണമല്ലോ. ഈ ഹർജി കൊടുത്ത ആൾക്കാരുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കണ്ടേ? ആരാണ് ഹർജി കൊടുത്തത്, എന്താണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കേണ്ടത്? എന്ത് നിലപാടുണ്ടെങ്കിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് നിലപാടുണ്ടെങ്കിലും അത് ഞങ്ങളുടെ സംഘടനാപരമായ ഞങ്ങളുടെ രാഷ്ട്രീയപരമായ ഭാഗത്തേക്ക് ചേർക്കേണ്ടതേ ഞാൻ പറഞ്ഞുള്ളൂ. ആ ഉത്തരമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞത് അങ്ങ് തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞാൽ ആളുകൾ ധരിക്കുക ഞാനതിനെ അംഗീകരിച്ചു എന്നാണ്. ഞാനതിനെ അംഗീകരിച്ചിട്ടില്ല. അങ്ങ് പറഞ്ഞതിനെ ഞാൻ അംഗീകരിച്ചിട്ടില്ല. ഓക്കെ, റൈറ്റ്. ശ്രീ CB സത്യൻ, ഞാനും പറയുന്ന അതാണ്. കൃത്യമായിട്ടുള്ള ഒരു പോയിന്റ്, ഒരു വാലിഡ് പോയിന്റ് ഇതിനകത്ത് മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത് അത് കൽക്കി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൂടി ക്യാമ്പയിൻ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രധാനമന്ത്രി വരുന്നു. ഈ ഫെബ്രുവരി 19 തീയതിയാണ് കൽക്കി ധാം മന്ദിറിന് സംഭാലിൽ, അതായത് ഈ വിഷയം നടക്കുന്ന സംഭാലിൽ നിന്ന് വളരെ അടുത്ത് ഈ കൽക്കി ക്ഷേത്രത്തിന് തറക്കല്ലിടുന്നത്. അതായത് എന്നിട്ട് പറയുന്നത് ഇനി ഈ ഫെയ്ത്ത് ഓഫ് 2024, ഇന്ത്യാസ് ഫെയ്ത്ത് ഓഫ് 2024 ഈസ് കൽക്കി എന്ന് അദ്ദേഹം അവിടെ പറയുകയും ചെയ്തിട്ടുണ്ടായി. അതായത് കൃത്യമായിട്ട് കൽക്കി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, അതായത് കൽക്കി ക്ഷേത്രം പൊളിച്ചിട്ട് ബാബർ ഒരു മോസ്ക് പണിതു എന്നുള്ള വാദവും ആരോപണങ്ങളും അല്ലെങ്കിൽ ഒരു വിഭാഗം അതുമായി ബന്ധപ്പെട്ടൊക്കെ പലതരത്തിലുള്ള പ്രതിഷേധം ഉന്നയിക്കുന്ന ഒരു സ്ഥലത്താണ് ഇതിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു കൽക്കി ക്ഷേത്രം വരുന്നത്. രാഹുൽ ഗാന്ധി വരുന്നതും തടയുന്നതിനും അപ്പുറത്തേക്ക് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട് എന്ന് ആൾക്കാർക്ക് മനസ്സിലാവില്ലേ ശ്രീ CB സത്യൻ? അപർണ, നമ്മൾ നോക്കേണ്ടത് 1991 ആരാധനാലയ നിയമം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഒരു നിയമമാണ്. അതായത് 1947 മുമ്പ് എങ്ങനെയായിരുന്നു അവസ്ഥ അത് തന്നെ തുടരുമെന്നാണ് ആ നിയമം വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമാക്കുന്നത്. അപ്പം ഇതിനകത്ത് ഒരു അബറേഷൻ എന്ന് പറയാവുന്നത് ബാബറി മസ്ജിദിന്റെ ഇഷ്യൂ ആയിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ സംഘപരിവാർ സംഘടനകളുടെ തന്നെ വാക്കുകൾ വിശ്വസിക്കാമെങ്കിൽ, അല്ലെങ്കിൽ മോഹൻ ഭാഗവത്തിന്റെ വാക്കുകൾ വിശ്വസിക്കാമെങ്കിൽ അതൊരു സെന്റിമെന്റൽ ഇഷ്യൂ ആയിരുന്നു. അത് രാമജന്മഭൂമിയുടെ ഒരു സെന്റിമെന്റ്സ് അതിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അത്തരത്തിലൊരു നിലപാടെടുത്തത് എന്ന് പറഞ്ഞ ഒരു സംഗതിയാണത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ എല്ലാ ചരിത്രം എന്ന് പറയുന്നത് ഒരുപാട് പൊളിച്ചെടുക്കലുകളും കൂട്ടിച്ചേർക്കലും നടക്കുന്ന ഒരു സാധനമാണ്. ഈ 15ാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രം പൊളിച്ചു, അവിടെ ഒരു പള്ളി പണിതു എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിന് മുമ്പ് എന്തായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. നാളെ ബുദ്ധമതം ഇന്ത്യയിൽ റിവൈവലിസം ഉണ്ടായിട്ട് ബുദ്ധമതം ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ ആരാധനാലയങ്ങളിലും അവകാശവാദം ഉന്നയിച്ചാൽ എത്ര ഹിന്ദു മതത്തിന് എത്രമാത്രം പിടിച്ചു നിൽക്കാൻ കഴിയും അതിനെതിരെ? കാരണം ഇതെല്ലാം ഒരുവിധപ്പെട്ട മിക്ക ക്ഷേത്രങ്ങളും ഒരു കാലത്ത് ബുദ്ധവിഹാരങ്ങളായിരുന്നുവെന്നും ആ ബുദ്ധവിഹാരങ്ങളിൽ നിന്നാണ് ഈ പറഞ്ഞതുപോലെ പല ക്ഷേത്രങ്ങളും പിന്നീട് പിന്നീട് ക്ഷേത്രങ്ങളായി പരിണമിക്കുന്നതും വളരെ കൃത്യമായ ചരിത്രമുണ്ട്. അപ്പൊ ഇതുപോലെ ഓരോ ആൾക്കാരും ചരിത്രത്തിന്റെ ഓരോ കാലഘട്ടങ്ങളിൽ നിന്ന് വന്നിട്ട് ഓരോ തരം അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും നമുക്കത് വളരെ കൃത്യമായിട്ട് വിലയിരുത്തേണ്ടതുണ്ട്. കാരണം ആരാധനാലയ നിയമം 1991 കൊണ്ടുവന്നത് തന്നെ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളെ പരിപൂർണമായിട്ട് റദ്ദ് ചെയ്യാനാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ചന്ദ്രചൂഡിന്റെ ഒരൊറ്റ വാചകത്തിലൂടെ ഒരു ഭൂതത്തെ കുടം തുറന്നു വിട്ടിരിക്കുകയാണ്. കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇതിന്റെ തർക്കം നോക്കുന്നില്ല, പക്ഷെ ഈ പറഞ്ഞതുപോലെ അതിന്റെ കെട്ടിടം ഏത് ടൈപ്പായിരുന്നു, കെട്ടിടത്തിന്റെ താഴെ പള്ളി ഉണ്ടായിരുന്നോ, ക്ഷേത്രം ഉണ്ടായിരുന്നോ എന്നൊക്കെ പരിശോധിക്കാനായിട്ട് അദ്ദേഹം ഉത്തരവിടുമ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭൂതത്തെ അല്ലെങ്കിൽ ഒരു കൂട്ടം ഭൂതങ്ങളെ കുടം തുറന്ന് വിട്ട പരിപാടിയാണ് നടത്തിയിരിക്കുന്നത്. ഇപ്പൊ ഇന്ത്യയിലെ നിരവധി കോടതികളിൽ ഈ പറഞ്ഞതുപോലെ
നിരവധി ഹർജികൾ വന്നിട്ടുണ്ട്. ഓരോ ക്ഷേത്രങ്ങളും പൊളിച്ചിട്ട് ഓരോ പൗരാണിക ജുമാ മസ്ജിദുകളുടെയും താഴെ നോക്കിയിട്ട് അവിടെ ക്ഷേത്രങ്ങളായിരുന്നു എന്ന് കണ്ടെത്താനുള്ള ഹർജികൾ തുരുതുര സമർപ്പിക്കപ്പെടുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് ഇന്ത്യയുടെ മതനിരപേക്ഷത എന്ന് പറയുന്ന സ്വഭാവത്തെ തകർത്ത് കളയാനുള്ള ഒരു വലിയ ഗൂഢശ്രമത്തിന്റെ ഭാഗം തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് അധികം താമസിയാതെ വരികയാണ്. ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു രംഗമൊരുക്കലാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ കഴിയും. കാരണം ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉദ്ദേശിച്ച അത്ര ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിയാതെ പോയ, അല്ലെങ്കിൽ BJP അതിന്റെ പ്രതീക്ഷയ്ക്ക് വളരെ പിന്നിലായി പോയ ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ അധികാരം BJP പിടിച്ചെടുത്ത് തുടങ്ങുന്നതും അവിടെ നിന്ന് ഇന്ത്യയുടെ അധികാരത്തിലേക്ക് എത്തുന്നതും രാമജന്മഭൂമി ക്ഷേത്ര പ്രശ്നം വലുതാക്കിയാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് അടുത്ത ക്ഷേത്ര പ്രശ്നം അവർ തുടങ്ങി വെക്കുകയാണ്. അപ്പം ഇത് ഈ പറഞ്ഞ വാരാണസിയിലെ പ്രശ്നവും കാശിയിലെ പ്രശ്നവും സംഭാലിലെ പ്രശ്നവും ഒക്കെ ആയിട്ട് അത് അടുത്ത ഒരു എന്താ പറയാ ഒരു പ്രശ്നങ്ങളുടെ ഒരു അവിയല് തന്നെ ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെ നട്ടലിൽ അഗാധമായ ക്ഷതമേൽപ്പിച്ചുകൊണ്ട് അതിഭീകരമായ ഒരു ഹിന്ദു ധ്രുവീകരണവും ഒരു മുസ്ലിം ധ്രുവീകരണവും ഉണ്ടാക്കി അതിനിടയിലൂടെ ഒരു ഭൂരിപക്ഷ മത വേർതിരിവുണ്ടാക്കിക്കൊണ്ട് അതുവഴി അധികാരത്തിൽ വരാനുള്ള മറ്റ് ശ്രമത്തിന്റെ ഭാഗമാണ്. കാരണം BJPയുടെ ഒരു ഭരണകാലം തുടങ്ങിയത് ബാബറി മസ്ജിദിന്റെ തകർച്ചയോടെയാണ്. അതിനുശേഷമാണ് BJP ഇന്ത്യയിൽ ശക്തി പ്രാപിച്ചത്. അതിനുശേഷം ബാബറി മസ്ജിദിന് പകരം രാമജന്മഭൂമി ക്ഷേത്രം അവിടെ പണിഞ്ഞു തീർന്നതിന് ശേഷം BJPക്ക് ക്ഷയമാണ് ഉണ്ടായത്. BJP ക്ഷയിച്ചു. അപ്പൊ അവർക്ക് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് BJPയുടെ പോൾ സ്ട്രാറ്റജിസ്റ്റുകൾക്ക് മനസ്സിലാകുന്നത്, ഇതുപോലെ ഒരു പ്രശ്നം, ഒരു ഹിന്ദു ധ്രുവീകരണ പ്രശ്നം എല്ലാ കാലത്തും നിലനിന്നില്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ BJPക്ക് കൃത്യമായി വിജയിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തിലും ധ്രുവീകരണ പ്രശ്നം ഉണ്ടാകണം. ഇന്ത്യയിൽ മതേതരത്വം നിലനിന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ BJPക്ക് അധികാരത്തിൽ തിരിച്ചെത്താൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ഏതു വിധത്തിലും ഇന്ത്യ വിഭജിക്കപ്പെട്ടു നിൽക്കണം, ഇന്ത്യ ജാതികളായും മതങ്ങളായും വിഭജിക്കപ്പെട്ടു നിൽക്കണം എന്നുള്ളത് കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമാണ്. ആ അജണ്ടയുടെ തുടർച്ചയാണ് ഇപ്പോൾ സംഭാലിൽ നടക്കുന്നത്. കാരണം ആരാധനാലയ നിയമപ്രകാരം ജസ്റ്റിസ് ചന്ദ്രചൂഡ് ഈ വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഈ ഹർജികളൊക്കെ പ്രഥമ ദൃഷ്ടിയ തള്ളപ്പെടേണ്ട ഹർജികളാണ്. കാരണം ശ്രീ കൃഷ്ണദാസ് തന്നെ പറഞ്ഞ പോലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലിരിക്കുന്ന ഒരു സ്ഥലം അത് ഹിസ്റ്റോറിക്കൽ ആയതുകൊണ്ടാണ് അത് സംരക്ഷിക്കപ്പെടുന്നത്. അത് ചരിത്രമാണ്. ഒരു ചരിത്ര സ്മാരകമായതുകൊണ്ടാണ് അതിനെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംരക്ഷിക്കുന്നത്. അതിന്റെ ചരിത്രത്തിനും താഴെ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നത് കണ്ടുപിടിച്ചാൽ ഇവർ പൊളിക്കുമോ? അത് പൊളിക്കാനുള്ള ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഗവൺമെന്റ്? അങ്ങനെയാണെങ്കിൽ അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കണ്ടേ? എന്തിനാണ് അവിടെ പോയിട്ട് സർവേ നടത്തുന്നത്? ഈ ഒറ്റ ദിവസം കൊണ്ട് തന്നെ, അതായത് സംഭാലിലേക്ക് ആദ്യത്തെ ദിവസം തന്നെ കോടതി ഉത്തരവിടുന്ന ആദ്യത്തെ ദിവസം തന്നെ ഒരു സംഘത്തെ അന്ന് തന്നെ അയക്കുന്നു. അതിനുശേഷം വീണ്ടും ആ സംഘം വെളുപ്പാങ്കാലത്ത് തിരിച്ചെത്തുന്നു. അപ്പൊ ഈ മൾട്ടിപ്പിൾ ടൈമിൽ അവർ തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു സംഘർഷം രൂപപ്പെടുകയാണ്. അപ്പൊ ആ സംഘർഷം കാരണം പെട്ടെന്ന് പാനിക് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ ഒരു വല്ലാത്ത വിഭ്രാന്തി പുറപ്പെടുന്നു, അവർ തടിച്ചുകൂടുന്നു, അവർ കല്ലെറിയുന്നു, വെടിവെപ്പ് ഉണ്ടാകുന്നു, മരിക്കുന്നു തുടങ്ങിയ എല്ലാ സാധനങ്ങളും വളരെ കൃത്യമായിട്ട് ഒരു തിരക്കഥ തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത്തരം തിരക്കഥകൾ നമ്മൾ ഇന്ത്യൻ ചരിത്രത്തിൽ മുമ്പ് കണ്ടിട്ടുണ്ട്, നമ്മൾ കാലങ്ങളായിട്ട് കാണുന്നുണ്ട്. കാരണം ഇത് ഓരോ തിരക്കഥകളും ആത്യന്തികമായിട്ട് അധികാരത്തിലേക്കുള്ള യാത്രയുടെ ഭാഗമാണ്. അപ്പം അത്തരത്തിൽ വളരെ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്യപ്പെട്ട ഇനി അടുത്ത 20 വർഷത്തേക്കോ 30 വർഷത്തേക്കോ ഇന്ത്യയെ കൃത്യമായിട്ട് വിഭജിക്കുകയും ആ വിഭജനത്തിലൂടെ അധികാരം കൈയടക്കാനുള്ള ഒരു മേജർ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ശ്രമമായിട്ട് കൂടി നമുക്കിതിനെ വ്യാഖ്യാനിച്ച് കണ്ടില്ലെങ്കിൽ നമ്മൾ ചരിത്രത്തോട് ചെയ്യുന്ന നീതികേടായിരിക്കും അത്. ഓക്കെ, റൈറ്റ്. തിരികെത്താം. ശ്രീ എ സമ്പത്ത്, രണ്ട് വിഷയം. ഒന്ന്, നേരത്തെ ശ്രീ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് പറഞ്ഞതുപോലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിലപാടുകൾ അതേത് തരത്തിലാണ് ഉന്നയിക്കപ്പെടാൻ പോകുന്നത്? ഇതിന് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ പ്രതികൂലമായിട്ട് അതേത് തരത്തിലാണ് ഉന്നയിക്കപ്പെടുക എന്നുള്ളത് ഇനി ഉറ്റുനോക്കേണ്ട ഒരു വിഷയം. രണ്ടാമത്തത്, ഈ ഹർജി വരുന്നത് ഇപ്പോഴാണെങ്കിൽ പോലും കഴിഞ്ഞ വർഷം തന്നെ മീനാക്ഷി ജെയിൻ എന്ന് പറയുന്ന ഹിസ്റ്റോറിയൻ, ഒരു ചരിത്രകാരി എന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ ചരിത്രകാരി തന്നെ, അതിൽ തർക്കിക്കാനില്ല, അവരൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പടർത്തിവിട്ട വീഡിയോകളുണ്ട്. ഈ പള്ളി പണിതിരിക്കുന്നത് പണ്ടത്തെ കൽക്കി ക്ഷേത്രത്തിൻ്റെ പീസുകൾ ഉപയോഗിച്ചാണ്, കഷ്ണങ്ങൾ ഉപയോഗിച്ചാണ്, അതിൻ്റെ ശിലകൾ ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളൊരു വാദമൊക്കെ ഉണ്ട്. ഇതൊക്കെ ആധികാരികമാണോ? ഇതൊക്കെ ഏത് തരത്തിലാണ് അന്വേഷിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ട്. പക്ഷേ വളരെ വൈകാരികമായിട്ട് ഇങ്ങനെ ഒരു ക്യാമ്പയിനിലേക്ക് കടക്കുകയാണെങ്കിൽ, അതിൽ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യമെങ്കിൽ പോലും ഇത്തരം ചില നീക്കങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത് അതേത് തരത്തിലുള്ള വിഷയമായിരിക്കും, അത് എത്രത്തോളം സെൻസിറ്റീവ് ആയിരിക്കും എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അങ്ങനെ താങ്കൾക്ക് തോന്നുന്നില്ലേ?
അപർണയുടെ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഞാൻ നേരത്തെ നമ്മുടെ ചങ്ങാതി അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് സംസാരിച്ചപ്പോൾ ഞാനിങ്ങനെ വിരൽ ഉയർത്തിയത്, ഞങ്ങൾ രണ്ടുപേരും ഇതിന് അഭിഭാഷകരാണല്ലോ. അപ്പോൾ സാന്ദർഭ്യമായിട്ട് ഞങ്ങൾ രണ്ട് പാർട്ടികളിൽ നിന്നുകൊണ്ട് ഈ കാര്യത്തെ സംബന്ധിച്ച് അഡ്വക്കേറ്റ് കൃഷ്ണദാസിനോട് എല്ലാ സ്നേഹബഹുമാനങ്ങളോടും കൂടി പറയട്ടെ, അറ്റ്ലീസ്റ്റ് വി ക്യാൻ അഗ്രി ടു ഡിസഗ്രി. ആ ഒരു കാര്യത്തിൽ നമുക്ക് യോജിക്കാമല്ലോ. നമുക്ക് യോജിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് യോജിക്കാമല്ലോ. അപർണ ചോദിച്ചൊരു ചോദ്യത്തിന് ഞാനൊരു പച്ച മലയാളത്തിൽ ഒരു കാര്യം ഞാൻ തിരിച്ചങ്ങോട്ട് പറയട്ടെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ഡൽഹിയിലാണ്. BJPയുടെ ഓഫീസാണ്. ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ളതാണ്. അത് സെൻട്രലി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഓഫീസാണ്. അതിൻ്റെ കീഴ് ഇത് കുഴിച്ചെല്ലാം നമുക്ക് നോക്കിയിട്ട് ഇത് ഭാവിയിൽ ഒരു ബുദ്ധവിഹാരത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് അങ്ങനെ കണ്ടെത്തിയാൽ ഓഫീസ് മുഴുവൻ ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് നിങ്ങൾ അതുപോലെ തന്നെ പഴയ ബുദ്ധവിഹാരമായി നിങ്ങൾ തിരിച്ചു കൊടുക്കുമോ? അതല്ല, നമ്മളെല്ലാം ഇന്ന് കഴിയുന്നതായിട്ടുള്ള നമ്മുടെ ഭവനങ്ങളുണ്ട്. നമ്മൾ വീട് കെട്ടി നമ്മൾ ഈ ചർച്ച കേൾക്കുന്ന ആയിരക്കണക്കിന് ഭവനങ്ങളുണ്ട്. ആ ഭവനങ്ങൾ നിർമ്മിച്ചിട്ടുള്ളിടത്ത് പണ്ട് എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല. ചിലയിടത്ത് ആരാധനാലയങ്ങളായിരുന്നിരിക്കാം, ചിലയിടത്ത് ചിലപ്പോൾ സെമിത്തേരികളായിരുന്നിരിക്കാം, ചിലയിടത്ത് മറ്റേതെങ്കിലും വിധത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുള്ളതാവാം. അതുകൊണ്ട് ഇതെല്ലാം ആ കാലത്ത് എന്തായിരുന്നു എന്നുള്ളതാണ്. ഞാൻ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് പറഞ്ഞ ഞാൻ ആ വിരൽ ഉയർത്തിയത് എന്തിന് എന്നുള്ളതിനെ സംബന്ധിച്ച് പറയാം. ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവരുടെ കയ്യിലുള്ള ഒരിടത്തും ആരാധന അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അത്തരത്തിൽ സംരക്ഷിതമായിട്ടുള്ള സ്മാരകങ്ങളും സംരക്ഷിത സ്ഥലങ്ങളുമായി ഏറ്റെടുക്കുന്നതിന് ശേഷം അവിടെ ഏതെങ്കിലും വിധത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു പ്രക്രിയയ്ക്ക്, ആരാധനയ്ക്ക്, അത്തരം കാര്യങ്ങൾ, ആ വഴിപാട് ഉൾപ്പെടെയുള്ള എന്തായിരുന്നാലും അതിന് അത്തരം ഒരു മതത്തിൻ്റെയോ ഒരു സമുദായത്തിൻ്റെയോ ആ വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഏറ്റെടുത്തതിന് ശേഷം പുതുതായി അനുവദിക്കപ്പെടാൻ കഴിയില്ല. എന്നാൽ ഞാൻ ഈ പറയുന്നത് പാർലമെൻറ്റിലടക്കം നൽകിയിട്ടുള്ള പല കാലം, ഞാനത് 2ാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്തും 1ാം മോദി സർക്കാരിൻ്റെ കാലത്തും ഞാൻ MP ആയിരുന്നാണല്ലോ. മുമ്പ് 96 ദേവഗൌഡ ഗുജറാൾ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വരുന്നത് ഇവർ MP-മാരുടെ ചോദ്യങ്ങൾക്കും ചില ഇടപെടലുകൾക്കും സഭ സ്തംഭിക്കുന്ന ചില വിഷയങ്ങളും ഉണ്ടായിട്ടുള്ളപ്പോൾ തന്നെ മന്ത്രിമാർ നൽകിയിട്ടുള്ള കാര്യം എന്ന് മാത്രമല്ല, നിയമം കൂടി നമ്മളിപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ പ്രേക്ഷകരിലേക്ക് നമ്മൾ നിയമത്തെ തെറ്റിദ്ധരിക്കരുത്, തെറ്റായി വ്യാഖ്യാനിക്കരുത്, അങ്ങനെയുള്ള മിസ്ഇൻറ്റർപ്രിറ്റേഷൻ കൊടുക്കരുത്. അത് അപകടകരമായി പോകും. ഇവിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഏതെങ്കിലും സ്ഥലങ്ങളോ അത്തരത്തിലുള്ള സൈറ്റുകളോ അതല്ല അത്തരത്തിലുള്ള കെട്ടിടങ്ങളോ ആ സ്ഥാപനങ്ങളോ ഏറ്റെടുക്കുന്ന വേളയിൽ അത് നേരത്തെ അവിടെ ആരാധന നടത്തിയിരുന്നതാണ് എങ്കിൽ അത് തുടർന്നും അത്തരത്തിൽ നടത്തുന്നതിന് യാതൊരു വിധത്തിലുള്ള വിഘാതവുമില്ല. അത് അനുവദനീയമാണ്. അക്കാര്യത്തിൽ നിയമപരമായി അനുവദനീയമാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യത്തിനോട് ഞാൻ വിയോജിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഈ പ്ലേസസ് ഓഫ് വർഷിപ്പ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആക്ട് 1991 സംബന്ധിച്ച് പറയും. ഈ വളരെ ചെറിയൊരു ആക്റ്റാണ്. ആ ബില്ല് പാസ്സാക്കപ്പെട്ട ചെറിയ ആക്റ്റാണ്. അതിൻ്റെ സെക്ഷൻ 1 എന്നുള്ളത് ഷോർട്ട് ടൈറ്റിലും അതിൻ്റെ എക്സ്റ്റൻറ്റും അതിൻ്റെ കമൻസ്മെൻറ്റിനെ സംബന്ധിച്ച് ഒട്ടും നിലവിൽ വരുന്നു എന്നൊക്കെയുള്ള സെക്ഷൻ 2 വകുപ്പ് 2 ഇതിലെ നിർവചനങ്ങളെ സംബന്ധിച്ചാണ്. സെക്ഷൻ 3 ബാർ ഓഫ് കൺവേർഷൻ ഓഫ് പ്ലേസസ് ഓഫ് വർഷിപ്പാണ്. ആരാധനാലയങ്ങൾ അതിൻ്റേതായിട്ടുള്ള നേച്ചർ, അതിൻ്റെ ക്യാരക്ടർ എന്താണോ അതിൻ്റെ സ്വഭാവം മാറ്റുന്നതിനെ ഇത് നിരോധിക്കുകയാണ്. 4ാമത്തെ സെക്ഷൻ എന്നുള്ളത് അത് ശരിയാണ്. 4ാമത്തെ അപ്പോൾ ഷാഫി ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിൽ ഡിക്ലറേഷൻ ആസ് ടു ദ റിലീജിയസ് ക്യാരക്ടർ ഓഫ് സർട്ടൺ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആൻഡ് ബാർ ഓഫ് ജൂറിസ്ഡിക്ഷൻ ഓഫ് കോർട്സ് എക്സെട്ര. ഇതാണ് ഞാനിവിടെ പറയാൻ വന്നത്. അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ 1947 എന്തായിരുന്നു ക്യാരക്ടർ, അതിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമവും ഉണ്ടാവാൻ പാടില്ല. നിരോധിക്കപ്പെട്ടിരിക്കുന്നതെന്ന് മാത്രമല്ല, കോടതികൾക്ക് ഇക്കാര്യത്തിൽ ഇടപെടുന്നതിനുള്ള അധികാരത്തെയും ഇവിടെ നിഷേധിക്കുകയാണ്. അത് നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് തന്നെ നമ്മൾ ഷെഡ്യൂളുകളിൽ പാർലമെന്റ് പാസ്സാക്കപ്പെട്ടിട്ടുള്ള ചില നിയമങ്ങൾ നടത്താൻ കഴിയില്ല. അങ്ങനെ കോടതിക്ക് അധികാരമില്ലാത്ത കാര്യത്തിലാണ് കൈകടക്കുന്നത്. കോടതിക്ക് ഇത്തരം ഒരു കാര്യത്തിൽ ഇതിൻ്റേതായിട്ട് ഞാൻ ഒന്നുകൂടി വായിക്കാം. സെക്ഷൻ 4 ഈ ദ പ്ലേസസ് ഓഫ് വർഷിപ്പ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആക്ടിൻ്റെ അതിൻ്റെ 4ാമത്തെ വകുപ്പ് ഡിക്ലറേഷൻ ആസ് ടു ദ റിലീജിയസ് ക്യാരക്ടർ ഓഫ് സർട്ടൺ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആൻഡ് ബാർ ഓഫ് ജൂറിസ്ഡിക്ഷൻ ഓഫ് കോർട്സ് എക്സെട്ര. അത് കോടതി, ട്രിബ്യൂണലൊക്കെ അതിനകത്ത് വരും അത്തരം കാര്യങ്ങൾ. 5ാമത്തെ വകുപ്പാണ് ഈ ഹർജികൾ കൊടുത്തവരൊക്കെ തന്നെ ഈ വർഷിപ്പ് ആക്ടിനെതിരെയും കൊടുത്തിട്ടുണ്ട്. ഈ വർഷിപ്പ് ആക്ട് പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ചെയ്യാൻ ഇവിടെയാണ് അപർണ 1ാമത്തെ റൗണ്ടിൽ ഞാൻ പറഞ്ഞൊരു കാര്യം. അതിന് കുറച്ചുകൂടി ഞാൻ തുറന്നൊക്കെ പറയട്ടെ. അഭിഭാഷകരെ ഞങ്ങൾ രണ്ടുപേരും ഇതിനകത്ത് പ്രാക്ടീസിങ് ലോയേഴ്സ് തന്നെ ആയിട്ടുള്ളവർ, ഞങ്ങൾ കോടതികളെ ബഹുമാനിക്കേണ്ടതാണ്. ഞങ്ങളാണ് കോടതിക്ക് ബഹുമാനമെല്ലാം ജനങ്ങൾക്കിടയിൽ നൽകുന്നത്. പക്ഷേ നിർഭാഗ്യകരമായ ഒരു കാര്യമല്ലേ, പൊതുജനങ്ങൾക്ക് തോന്നിപ്പോവില്ലേ ഈ മാച്ച് ഫിക്സിംഗ് പോലെ കേസ് ഫിക്സിംഗ് ആണോ നടക്കുന്നത് എന്നുള്ളത്?
യു ഷോ മീ ദ പേഴ്സൺ, ഐ വിൽ ഷോ യു ദ റൂൾ എന്നുള്ള നിലയിലേക്ക് ഈ നമ്മുടെ ജുഡീഷ്യറിയിൽ ഒരു തമാശയുണ്ട്. അത്തരത്തിലുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ എങ്ങനെയാണ് ഇവിടെ ആവുക? ഒന്ന് നോക്കൂ, അദ്ദേഹം പറഞ്ഞതുകൊണ്ട്, ശ്രീ കൃഷ്ണദാസ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. 1950 ഇങ്ങോട്ടേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇന്ത്യയിൽ ആദ്യമായി മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ടൊരു കേസ് ലോകമുള്ളിടത്തോളം കാലം അത് പഠിക്കേണ്ടി വരുന്നത് AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് ആണ്. അത് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഭാഗം 3 ബന്ധപ്പെട്ടും ഈ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിലെ ലൈഫ്, ലിബർട്ടി എന്നൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നത് സുപ്രീം കോടതി എടുത്ത നിലപാട് തെറ്റായിപ്പോയി എന്ന് പറയാൻ 1/4 നൂറ്റാണ്ട് വേണ്ടി വന്നു. എവിടെ മനേക ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ കേസ് വന്നപ്പോഴാണ് പറഞ്ഞത്. ഇത് പറയാൻ കാരണം എന്താണെന്നറിയോ? ഞങ്ങൾ ഈ തിരുവനന്തപുരത്തുകാരുടെ ഭാഷയിൽ പറയാം, അച്ഛൻ മുട്ടറ്റം വെള്ളത്തിലാണ് അപ്പൻ ഇറക്കി വിട്ടതെങ്കിൽ മകൻ അരയറ്റം വെള്ളത്തിൽ വഞ്ചിക്കാരൻ ഇറക്കി വിട്ടു എന്ന് പറയുന്നത് പോലെ 1978 ചീഫ് ജസ്റ്റിസ് ആയിരുന്ന YV ചന്ദ്രചൂഡ് ADM ജബൽപൂർ കേസിൽ എടുത്തതായ ഒരു നിലപാടുണ്ട്. ആ നിലപാടും അദ്ദേഹത്തിന്റെ വിധി വരുന്ന ദിവസമാണ് ഈ കേരളത്തിൽ നിന്ന് മിടുക്കനായ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി രാജൻ കോഴിക്കോട് RECയിൽ നിന്ന് എന്നേക്കുമായി അപ്രത്യക്ഷനാവുന്നത്. അന്ന് അപർണയൊന്നും ജനിച്ചിട്ടില്ല ഈ കാലത്ത്, ഞാനൊരു വിദ്യാർത്ഥിയാണ് ആ കാലത്ത്. ഇത് സംഭവിച്ചതിന് ശേഷം ഇന്ന് തന്റെ അധികാരത്തിൽ നിന്ന് ജസ്റ്റ് ബിഫോർ ഓഫീസ് ഡെബിറ്റിംഗ് ദ ഓഫീസ് എന്നൊക്കെ പറയണം മാന്യമായ ഭാഷയിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില ഓറലായിട്ടുള്ള ചില കാര്യങ്ങൾ അത്തരത്തിൽ വരികയാണ്. അങ്ങനെ ചില വാക്കുകൾ ചീഫ് ജസ്റ്റിസിന്റെ വായിൽ നിന്ന് വരുമ്പോൾ തന്നെ ഉണ്ടാകുന്നത് നമ്മുടെ മീഡിയയിലേക്ക്, നമ്മുടെ ഈ പബ്ലിക് സ്പേസിലേക്കെല്ലാം അതിന് കൊടുക്കുന്ന വ്യാഖ്യാനങ്ങൾ എങ്ങനെയാണ്? അവിടെയാണ് ഒരു പണ്ടോറയുടെ പെട്ടി തുറന്നു വയ്ക്കുന്നത് പോലെയുള്ള ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത്. സംഭവം നടക്കുന്നത് UPയിലാണ് എന്ന് പറയുമ്പോൾ UP എന്നുള്ളത് എന്താണ് എന്നുകൂടി കൂടി നമ്മൾ ആലോചിക്കണം ഇത്തരം കാര്യത്തിൽ. സമയച്ചുരുക്കം കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. പാർലമെന്റിന്റെ പ്രിവിലേജ് കമ്മിറ്റി അംഗമായിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഒരു ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടുത്തെ UPയിലെ DGPയെയും ചീഫ് സെക്രട്ടറിയെയും പാർലമെന്റിന്റെ ഈ പറയുന്നതായിട്ടുള്ള പ്രിവിലേജ് പാർലമെന്റിന്റെ അവകാശ ലംഘനങ്ങൾ കൈകാര്യം ചെയ്യുന്ന കമ്മിറ്റിയുടെ മുമ്പാകെ വന്നിരുന്ന് കൈകൂപ്പി യാചിച്ച സംഭവം ഞാനിപ്പോ ഓർക്കുകയാണ്. ഇവിടെ രാഷ്ട്രീയ അധികാരത്തിന്റെ ആ തിമിരത്തിന്റെ മത്തു ബാധിക്കുമ്പോൾ ഇത്തരത്തിൽ എക്സിക്യൂട്ടീവിന്റെ ഭാഗമായിട്ടുള്ള ഓർഗൻസ് ഓഫ് ദ സ്റ്റേറ്റിനെ എങ്ങനെയൊക്കെയാണ് വഴിതെറ്റിക്കുക എന്നുള്ളതാണ്. ശ്രീ ഷാഫി ചാലിയം, ഇതാണ് സ്ഥിതി. കോടതി എടുത്ത നിലപാടിനെ പോലും അത് കോടതി ലക്ഷ്യം എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെതിരെയുള്ള അഭിപ്രായങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അഖിലേഷ് യാദവ് അടക്കം അത് ഉന്നയിച്ചിട്ടുമൊക്കെ ഉണ്ട്. അപ്പോഴും ഈ വെർഷിപ്പ് ആക്ടിനെതിരെ ഹർജി നിൽക്കുന്നുണ്ട്. അതായത് മുസ്ലിം ലീഗ് കോടതിയിലേക്ക് പോകുകയാണെന്ന് പറയുമ്പോൾ പോലും അതൊരു വലിയ നിയമ പോരാട്ടത്തിലേക്ക് പോകുന്ന രീതിയിൽ ഈ വിഷയം കറങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് അപർണ, മിസ്റ്റർ സമ്പത്ത് പ്രേക്ഷകർക്ക് മനസ്സിലാവും വിധം വളരെ നല്ല വിവരണം ഈ വിഷയത്തിൽ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. എന്നാൽ അതോടൊപ്പം ഞാൻ ഒരൊറ്റ ചോദ്യം, നമ്മുടെ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് BJPയുടെ പ്രതിനിധി, അദ്ദേഹം ചോദിക്കുക രാഹുൽ ഗാന്ധി ആരാണ്, അയാൾ എന്തിനാ അങ്ങോട്ട് പോകണം? എന്തൊരു ചോദ്യമാണിത്. ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ലേ? നിങ്ങൾ വീടടക്കം കുടിയിറക്കി വിട്ട മനുഷ്യനാണത്. മാത്രമല്ല അദ്ദേഹം പറയുന്നു സംബാൽ ജില്ലാ മജിസ്ട്രേറ്റ് നിരോധനം പ്രഖ്യാപിച്ചാൽ ഒരുപക്ഷെ സംബാൽ എന്ന ജില്ലയിലേക്ക് പോകുന്നതിന് പരിമിതികളുണ്ട്. പക്ഷെ ഉത്തർപ്രദേശിൽ തന്നെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശ് അല്ല, നിങ്ങൾ ഞാൻ അദ്ദേഹത്തിന്റെ വീട് ഒഴിഞ്ഞാൽ അറിയില്ലല്ലേ? ഇയാൾ ഇന്ത്യയിൽ ജനിച്ച ആളാവില്ല, വല്ല മൗറീഷ്യസ് എന്നാവും വരുന്നത്. രാഹുൽ ഗാന്ധിയെ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട വിവരം ഈ ബാലഗോകുലത്തിലെ കുട്ടികളോട് പോയി നോക്കി, അവർക്ക് പോലും അറിയും. അപർണ, നിങ്ങൾ എന്താ ഇതിലൊന്നും ഇടപെടാത്തത്? എന്താണ് നിങ്ങളെ പ്രായത്തിനെ മാനിച്ചിട്ടും ഉണ്ടായിരിക്കുക. നിങ്ങൾ ചോദിക്കുന്ന ഈ ഊള ചോദ്യം ഉണ്ടല്ലോ, ഈ പ്രേക്ഷകർക്കിടയിൽ ഉള്ള ഇമേജ് കളയണ്ട. ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്തിനാണ്ട് പോകണം? ആ നാട്ടിൽ അദ്ദേഹത്തിന് സ്റ്റേറ്റാ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ കാര്യങ്ങൾ അന്വേഷിക്കാൻ അവിടെ പോണ്ടേ? എല്ലാം നിങ്ങൾ സംസാരിക്കില്ല. ഒരു മിനിറ്റ് വേണ്ട, ഈ ചർച്ച അവസാനിക്കുന്നത് നിങ്ങളും സംസാരിക്കണ്ട. വേണ്ട, ഞാൻ ഒരു സെക്കൻഡ് ചോദ്യം ചോദിച്ചിട്ടുള്ളൂ, ഒറ്റ സെക്കൻഡ് ചോദ്യം. പൊതുവില്ല, നിങ്ങൾ തടസ്സപ്പെടുത്ത് നിങ്ങളും സംസാരിക്കൂല. എല്ലാം എന്തിന്റെ അർത്ഥം? നിങ്ങൾ ഓരോ പ്രതിപക്ഷ നേതാവ് എന്തിനാണ് പോകേണ്ട ആവശ്യം? എന്താ പോകണ്ടേ? 5 പേരുടെ ഈ മരണം ചെറുതല്ലല്ലോ. നിങ്ങൾക്കറിയില്ല, നമ്മുടെ ഈ നാട്ടിൽ 9 പേര് മരണപ്പെട്ട കലാപം ഉണ്ടായി. എല്ലാ പാർട്ടിയുടെ നേതാക്കളോടെ പോയല്ലോ. എന്തിന്? 2002 ഗുജറാത്ത് കലാപം. മിസ്റ്റർ സമ്പത്തിന്റെ വ്യക്തിപരമായ സുഹൃത്ത് കൂടിയാണ് ഈ അഹമ്മദ്. അന്ന് ഇന്ദ്രജിത്ത് ഗുപ്തന്റെ നേതൃത്വത്തിൽ
അന്ന് സമ്പത്ത് സഭയിലുണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ഇന്ദ്രജിത് ഗുപ്തയുടെ നേതൃത്വത്തിൽ വലിയ ഒരു സർവകക്ഷി സംഘം ഗുജറാത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷേ അഹമ്മദാബാദിന് ഒരു നിശ്ചിത കിലോമീറ്റർ ദൂരെ അതിർത്തിയിൽ വെച്ച് ആ സംഘത്തിന് മടങ്ങേണ്ടി വന്നു. കാരണം ആവശ്യമായ സുരക്ഷ കൊടുക്കാൻ സാധിക്കില്ലെന്ന് ഗുജറാത്ത് സർക്കാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ. എന്നാൽ ആ സർവകക്ഷി സംഘം യാത്ര അവസാനിപ്പിച്ചിടത്ത് നിന്ന് ഏകാഗ്രനായി അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ഒരു MP ഉണ്ട്. ആ MP യുടെ പേര് ഇ അഹമ്മദ് എന്ന. ആ ഇ അഹമ്മദ് MP-യുമായി രാത്രി 10 മണിക്ക് ജോൺ ബ്രിട്ടാസ് കൈരളി TV നടത്തിയ ഒരു ഇന്റർവ്യൂ ഇന്നും എന്റെ മനസ്സിലുണ്ട്. ഒറ്റക്ക പോയത്. അദ്ദേഹത്തിന് ഈ കലാപം നടക്കും മനുഷ്യ ശരീരങ്ങൾ കൂട്ടി കത്തിച്ചിട്ടിരിക്കുന്ന ആ അവിടുത്തെ MP-യെ ചുട്ടു കത്തിച്ച പ്ലേസിൽ നിന്നുകൊണ്ട് കൈരളിയിലെ ക്യാമറാമാനോട് സംസാരിച്ച രംഗമുണ്ട്. ഇവിടെ ആരാള്? ഇവിടെ ഉത്തർപ്രദേശ് സ്റ്റേറ്റിലേക്ക് കടക്കാൻ പാടില്ല. ഒരു ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഒരു ജില്ലയിലുള്ള നിരോധനം വന്നാൽ ആ സ്റ്റേറ്റിലേക്ക് പോകാൻ പാടില്ല. എന്തിനാ അയാള്? മോഹൻ ഭാഗവത് പറഞ്ഞൊരു കാര്യം, അതിനെക്കുറിച്ച് ഇദ്ദേഹത്തിന് എന്താ പറയാനുണ്ടോ? അത് പറയാനില്ല. പിന്നെ ആർക്കിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെന്റ് ഒരു സ്ഥാപനം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എന്താ? ഏറ്റെടുത്താൽ ഇപ്പൊ ഡൽഹി ജുമാ മസ്ജിദ് ആർക്കിയോളജിക്കൽ സർവേയുടെ സംരക്ഷിത പട്ടികയിലാണ്. എന്തിനാ സംരക്ഷിത പട്ടികയിൽപ്പെടുത്തുന്നത്? അതിന്റെ ആ പൗരാണിക സ്വഭാവത്തെ മാറ്റാൻ ആ ഡൽഹി ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ മാനേജ്മെന്റ് അധികാരമില്ല. അത് പൊളിച്ച് വേറെ എടുക്കാൻ പാടില്ല. അങ്ങനെ സംരക്ഷിത സ്ഥാപനങ്ങളുണ്ട്. നിസാമുദ്ദീൻ ദർഗ പോലും സംരക്ഷിത സ്ഥാപനമാണ്. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതെന്തിനാണ്? അത്തരത്തിലുള്ള പല ക്ഷേത്രങ്ങള്, അതുപോലെ പഴയ പല എന്താ പറയാ പള്ളികളൊക്കെ ഇന്ത്യ രാജ്യ ഗവൺമെന്റ് പൈതൃകമായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. അതിന്റെ അടുത്ത് അവിടെ ആരാധന നടത്താൻ പാടില്ല എന്നല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വിഷയത്തിൽ വളരെ ശ്രീ കൃഷ്ണദാസ് മറുപടി. സമയപരിമിതി. ഒരു സെക്കൻഡ് കൂടി. നിങ്ങൾ എന്നോട് ചോദിച്ചല്ലോ, ഞങ്ങൾ ഇന്നലെ അഭിഭാഷകരെ കണ്ടു, വളരെ സീനിയർ. നിങ്ങൾ ഈ കരൺ താപ്പറും ദുഷ്യന്ത് എന്ന ഒരു സീനിയർ അഭിഭാഷകൻ പൊട്ടിക്കരിയുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ട്. നിങ്ങൾ അതൊന്ന് കാണണം. മനുഷ്യത്തുള്ളവര് നമ്മുടെ രാജ്യം അപകടത്തിലാകാൻ പോകുന്നതിന്റെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾ കപിൽ സിബലുമായി ഇപ്പൊ ഇവര് കൊണ്ടുവന്ന NRC ഞങ്ങൾ കൊടുത്ത ഹർജിന്റെ മുകളിലാണ് കോടതിയിൽ അത് ഹോൾഡ് ചെയ്യപ്പെട്ട് കിടക്കുന്നത്. ഇതിലും ഞങ്ങൾ നിയമയുദ്ധത്തിന് തന്നെയാണ്. പി കൃഷ്ണദാസിന് മറുപടി പറയാൻ സമയം വേണമല്ലോ, നമ്മൾ ചർച്ച തീർന്നു പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ശ്രീ പി കൃഷ്ണദാസ് മറുപടി. അല്ല, എന്തൊരു ആവേശത്തിലാണ് ബഹുമാനപ്പെട്ട CPM-ന്റെ പ്രതിനിധിയും മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയെല്ലാം ഈ വിഷയങ്ങളെ കുറിച്ച് ആവേശകരമായി പറയുന്നത്. ഈ ആവേശമൊന്നും മുൻപത്ത് കാണുന്നില്ലല്ലോ. ഇതുപോലെ തന്നെയുള്ള നിയമങ്ങൾ തന്നെയല്ലേ മുൻപത്ത് കുടിയിറക്കാൻ വേണ്ടിയുള്ള നോട്ടീസ് കൊടുത്ത് കേരളത്തിൽ ഇരിക്കുന്നത്. ആ വിഷയങ്ങളിൽ യാതൊരു അഭിപ്രായമില്ലല്ലോ. എല്ലാവരും ഒക്കച്ചങ്ങാതിമാരായി ഇരിക്കുകയാണല്ലോ. പിന്നെ കുടിയിറക്കി വിടുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ആരുടെ സ്ഥലത്തുനിന്നാ കുടിയിറക്കി വിട്ടത്? സ്വന്തം വീട്ടിൽ നിന്ന് ആരെങ്കിലും കുടിയിറക്കി വിട്ടോ? ആർക്കെങ്കിലും പിതൃസ്വത്തായി കിട്ടിയ സ്ഥലത്തുനിന്നാണോ കുടിയിറക്കി വിട്ടത്? സർക്കാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തെറ്റായിരിക്കുന്ന ആളുകളുടെ ആരായാലും കുടിയിറക്കപ്പെടും. ഞാനായാലും നിങ്ങളായാലും കുടിയിറക്കപ്പെടും. പിന്നെ ആരാധനാലയ നിയമത്തെ സംബന്ധിച്ചും അത് കൊണ്ടുവന്ന കാലഘട്ടത്തെ സംബന്ധിച്ചും 91-ൽ നിയമം കൊണ്ടുവന്ന് 47-ന് ശേഷം നിങ്ങൾ മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് തന്നെയാണ് വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടും രാജ്യത്തൊരു നിയമം കൊണ്ടുവന്ന് അതിന് മുൻപുള്ളതും അതിന് ശേഷമുള്ളതെല്ലാം 500 കൊല്ലം 600 കൊല്ലം കഴിഞ്ഞ പ്രോപ്പർട്ടിയും 4-5 ആളുകൾ കൂടിയിരുന്ന് ഇതെല്ലാം ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഞങ്ങളുടേതാക്കി തരണം എന്ന് പറയുന്ന മറക്കടമുഷ്ടിയിലേക്ക് നീങ്ങിയത്. നിയമയുദ്ധം നടത്താം, യുദ്ധം നടക്കട്ടെ. ഈ രാജ്യത്ത് നിയമയുദ്ധങ്ങളാണല്ലോ നടന്ന് വിജയിച്ചിട്ടുള്ളത്. ഈ വഖഫ് നിയമത്തെ കുറിച്ച് പറയുമ്പോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോ 2 തരം നിലപാടുകൾ സ്വീകരിക്കരുത് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളെ സംബന്ധിച്ച്. വഖഫ് നിയമത്തെ കുറിച്ച് പറയുമ്പോൾ അവർക്കതെല്ലാം ഇപ്പോഴത്തെ നിയമമാണ് നടക്കേണ്ടത്. ഇനി മറ്റൊരു നിയമത്തെ കുറിച്ച് പറഞ്ഞാൽ അപ്പൊ 1947 ഓഗസ്റ്റ് 15 അവരുടെ നിയമത്തിന്റെ കട്ട് ഓഫ് ഡേറ്റ്. അങ്ങനെ ഒരു നിയമം നമ്മുടെ രാജ്യത്തുണ്ടോ? അങ്ങനെ ഒരു നിലപാട് നമ്മുടെ രാജ്യത്തുണ്ടോ? നിയമം പാലിക്കപ്പെടുന്നത് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അമെന്റ്മെന്റ് വന്ന കാലഘട്ടത്തെ കുറിച്ച് ആലോചിക്കണ്ടേ? അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല. നിങ്ങൾ ആരും തീരുമാനിച്ചു കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല? നിങ്ങൾക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാനും നിങ്ങൾക്ക് തന്നെ ചോദ്യം ചെയ്യണമെന്ന് തോന്നുന്ന ആൾക്കാർ ചോദ്യം ചെയ്യും. ആ നിയമത്തെ നിയമപരമായി തെറ്റാണ്, ഭരണഘടന തെറ്റാണ് ചൂണ്ടിക്കാണിക്കേണ്ട ആരാ 91 നിയമം കൊണ്ടുവന്നത്? ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നിയമം കൊണ്ടുവന്നത്? അഭൂതപൂർവമായ പിന്തുണയോടുകൂടി ഇരിക്കുന്ന ഗവൺമെന്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല നിയമങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ ഭൂരിപക്ഷത്തോടെ ഇരിക്കുന്ന ഗവൺമെന്റുകൾ ജനാധിപത്യപരമായി പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യം തെളിയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് വാജ്പേയി പോലും ഈ നിയമത്തെ എതിർത്തിട്ടില്ല. മിസ്റ്റർ, സ്വന്തം നേതാവിനെ തള്ളിപ്പറയല്ലേ? അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവ്, എതിർത്തിട്ടില്ല ഈ നിയമത്തെ. അല്ല, താങ്കൾക്ക് ചില കാര്യം ഉണർത്തിയാൽ ആദ്യം BJP പഠിക്കണം. നല്ലതാണ്. കുഴപ്പമില്ല.
അല്ല കുഴപ്പമില്ല, ഞാൻ അങ്ങ് എന്നോട് ചില വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അങ്ങയുടെ ഭാഗത്തുനിന്ന് മിണ്ടാതിരുന്നു. അല്ല അങ്ങനെ ഭാഷ താങ്കൾ ഉപയോഗിച്ചോണ്ട് ഞാൻ അങ്ങനെ നിർത്തിയതാ. ഉപയോഗിക്കുന്ന ഒരാളല്ല. അല്ല ഞാൻ നിർത്തിയതാ. അല്ല അങ്ങ് ചില താങ്കൾ വാചകങ്ങൾ ഉപയോഗിച്ചോണ്ടാണ്. നേരത്തെ ഉപയോഗിച്ചതുകൊണ്ട് അല്ല ഞാൻ അത് നിർത്തിയതാ. ഉപയോഗിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അല്ലാതെ തന്റെ അത് വീട്ടിൽ നിന്ന് മനസ്സിലായി. രാഹുൽ ഞാൻ ഗാന്ധിയെ അവിടെ ഇറക്കി വിട്ട വിവരം ഓക്കെ അല്ല, ശരി തന്റെ ശരി രാഹുൽ ആസാദ് ഗാന്ധിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്ഥലത്ത് നല്ല തിരക്കുണ്ട്. ഔദ്യോഗിക വസതിയിൽ നിന്നും രാഹുൽ ഗാന്ധിയുടെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എല്ലാ- സ്ഥലത്ത് നല്ല ഓക്കെ മിസ്റ്റർ നമ്മൾ ആ വിഷയത്തിലേക്ക് കയറി മാറിപ്പോണ്ട. ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സമയപരിമിതി കൊണ്ടാണ് എനിക്ക് തോന്നുന്നില്ല ശ്രീ ഷാഫി ചാലിയും ശ്രീ പി ശ്രീനിവാസും പറഞ്ഞെവിടെ എത്തുമെന്ന് തോന്നുന്നില്ല. പറഞ്ഞെവിടെ എത്തുമെന്ന് തോന്നുന്നില്ല. ശ്രീ സി പി സത്യൻ ഒറ്റ കാര്യം ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അത്രയും ക്രൂരതയാണ് ആ മനുഷ്യനോട് നിങ്ങൾ ചെയ്തത്. ഒരു മിനിറ്റ് എനിക്ക് ശ്രീ സി പി സത്യനിലേക്ക് ശ്രീ സി പി സത്യൻ ചുരുങ്ങിയ വാക്കുകൾ രണ്ടാമത് വരാൻ സമയം കുറഞ്ഞതിൽ ഞാൻ ഖേദിക്കുന്നു. ശ്രീ സി പി സത്യൻ ഒറ്റ കാര്യമാണ് രാഹുൽ അത് ഗാന്ധി എവിടുന്ന് ഇറക്കി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെയല്ലേ പറയാൻ കഴിയുള്ളൂ. ഓക്കെ റൈറ്റ്. ശ്രീ സി പി സത്യൻ ഈ പറഞ്ഞ വിഷയങ്ങളിലൊന്നും തർക്കമുണ്ടാകുന്നില്ല. ബി ജെ പിയുടെ നിലപാടിൽ തർക്കമില്ല, സംഘപരിവാറിന്റെ നിലപാടിൽ തർക്കമില്ല, ഹർജി കൊടുത്ത ആളുടെ നിലപാടിൽ തർക്കമില്ല, ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് അതൊക്കെയുണ്ട്. പക്ഷെ ഒരു ചെറിയൊരു വിഷയം, അത് ശ്രീ ഷാഫി ചാലിയും കൂടി കേൾക്കാൻ വേണ്ടി ഒരു ചെറിയ വാക്കിൽ താങ്കളുടെ മറുപടി. അയോധ്യയിൽ കോൺഗ്രസ് എടുത്ത നിലപാട്, കോൺഗ്രസ് മയപ്പെട്ട നിലപാടും ഒക്കെ വ്യക്തമായിട്ട് അറിയുന്ന വിഷയമാണ്. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പ്രതിഷേധിക്കാൻ പോകുമ്പോഴും സംഭാൽ ഇതുപോലെ കൽക്കി മന്ദിർ എന്ന് പറയുന്ന ഒരു അജണ്ടയുടെ പിറകിൽ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധവും അല്ലെങ്കിൽ നിയമ പോരാട്ടമൊക്കെ സുപ്രീം കോടതിയിൽ പോകുമ്പോഴും കോൺഗ്രസ് ഇതിനകത്ത് ഏത് നിലപാടിൽ തുടർന്ന് നിൽക്കും, അതിൽ മയപ്പെടുമോ ഇല്ലയോ എന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ആ രാഷ്ട്രീയ ചോദ്യം കൂടി ബാക്കിയാവുന്നുണ്ട് അല്ലേ? ചുരുങ്ങിയ വാക്ക്. എന്നോടാണോ പറഞ്ഞ? യെസ്. ഓക്കെ, ഇതിനകത്ത് രണ്ടിനെ രണ്ടായിട്ട് കാണേണ്ടതെന്നോ പറഞ്ഞ. കാരണം വെച്ചാൽ ബാബറി മസ്ജിദ് ആക്ച്വലി വളരെ പഴകിയ ഒരു വിഷയമാണ്. ബാബറി മസ്ജിദ് ഇപ്പോൾ വളരെ പഴകിയ ഒരു വിഷയമാണ്. അതൊരു വലിയ ഇലക്ട്രൽ വിഷയമായിട്ട് ഉയർന്നു വന്നു. അത് രാജ്യത്തെ രണ്ടായിട്ട് വിഭജിക്കുന്ന ഒരു വിഷയമായിട്ട് ഉയർന്നു വന്നു. അത് അങ്ങനെ ഈ പറഞ്ഞ 47 മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ കണ്ടിന്യൂ ചെയ്തു വന്ന ഒരു വിഷയത്തിന്റെ ബാക്കിയാണത്. കാരണം അത് നേരത്തെ പറഞ്ഞ ഒരു സെന്റിമെന്റൽ ഇഷ്യൂ ആണ്. അതിനകത്ത് ഈ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ അന്നെടുത്ത ഒരു സ്റ്റാൻഡ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അടക്കമുള്ളവർ അന്നെടുത്ത ഒരു സ്റ്റാൻഡ് ഈ വിഷയം അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ വിഷയം അവസാനിപ്പിക്കുക, അത് കോടതി വിധി എന്തായാലും ഞങ്ങൾ അംഗീകരിക്കും എന്നൊരു നിലപാടാണ് അന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അടക്കം എടുത്തത്. അത് വളരെ മതേതരത്വം നിറഞ്ഞൊരു നിലപാട് തന്നെയായിരുന്നു. അത് ഇന്ത്യയുടെ ഒരു ഈ പറഞ്ഞതുപോലെ ഒരു അന്തസത്തയുടെ ഭരണഘടനയുടെ അന്തസത്ത പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒരു നിലപാടായിരുന്നു. പക്ഷെ അതിനെ നമ്മളൊരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അവർ ഒരു സംഭവത്തിനകത്ത് ഇങ്ങനെ സംഭവിച്ചു, അതുകൊണ്ട് ഇനി ഓരോ പള്ളികളെയും നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനിടയിൽ ക്ഷേത്രങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിച്ച് ഇതെല്ലാം തിരിച്ചു പിടിക്കുന്ന ഒരു പ്രക്രിയ എന്ത് സംഭവമാണത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം 500 വർഷത്തിന് മുകളിൽ ആയിട്ടുള്ള ഒരു ചരിത്രത്തിനെ നമ്മൾ എന്തിനാണ് പിന്നെയും തകർത്തെറിയാൻ നോക്കുന്നത്? ചരിത്രം അങ്ങനെയായിരുന്നു എല്ലാ കാലത്തും. ഈ നമ്മൾ ഓരോ പടയോട്ടങ്ങൾ നോക്കുമ്പോഴും ഓരോ സാമ്രാജ്യങ്ങൾ ഉണ്ടായതും ഇല്ലാതായതും ഒക്കെ നോക്കുമ്പോഴും ഇതുപോലെയുള്ള ഓരോന്നും തകർക്കപ്പെട്ട് തന്നെയാണ് അതിന്റെ മുകളിൽ പുതിയതൊന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നമുക്കിപ്പോ അതെല്ലാം ഇതുപോലെ പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്നത് സംഭാവ്യമായ കാര്യമല്ല, അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. നമ്മൾ അത്തരത്തിൽ ആകരുത് അതിനെ നോക്കുന്നത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും പുനഃസ്ഥാപിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ്. നമുക്ക് ചർച്ച തീർക്കേണ്ട സമയമായതുകൊണ്ട് അതെല്ലാം സുപ്രീം കോടതിയിലേക്ക് മാത്രമാണ് ഉറ്റുനോക്കുന്നത്. സമാധാനവും ഐക്യവും നിഷ്പക്ഷതയും ഉറപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രൊസീഡിങ്സ് എല്ലാം, ഷാഹി ജുമാ മസ്ജിദിന്റെ സർവേ പ്രൊസീഡിങ്സ് എല്ലാം സുപ്രീം കോടതി തടയാനുള്ള സ്റ്റേ ഓർഡർ നൽകുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും പ്രേക്ഷകരോട് ചോദിച്ചു, രാഹുൽ ഗാന്ധി സംഭാലിലേക്കുള്ള വഴി യോഗി സർക്കാർ തടഞ്ഞത് സത്യം പുറത്തു വരുമെന്ന് പേടിച്ചിട്ടാണോ എന്ന് ചോദിച്ചപ്പോൾ ഭൂരിഭാഗവും 67% പേരും അതെ എന്ന് പറയുന്നു. 31% പ്രേക്ഷകരാണ് അല്ല എന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയത്. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഷാഫി ചാലിയം, എ സമ്പത്ത്, ഒപ്പം ശ്രീ സി ബി സത്യൻ. പൂർണ്ണമാകുന്നു.